All set. I will be. Good morning. Good morning. Good morning. Good morning. Yes, good morning. വരുന്നുണ്ടല്ലേ? എന്താ വിശേഷങ്ങൾ പറയും? എന്താ എന്നും വിശേഷങ്ങൾ ഞങ്ങളോട് പറയും. ഞങ്ങളെന്നെ ഉണ്ടാവുള്ളൂ ഏ ഞങ്ങളെന്നെ ഉണ്ടാവുള്ളൂ രാവിലെ വിശേഷം കേൾക്കാൻ. വിശേഷങ്ങളാ മറ്റുള്ളവരാരും പറയൂലല്ലോ, അവരൊക്കെ വലിയ ആൾക്കാരല്ലേ. അതുകൊണ്ടല്ലേ നിങ്ങളോടല്ലേ എനിക്ക് ചോദിക്കാനുള്ളൂ. നിങ്ങള് വലിയ ആൾക്കാരാവും. എന്താ സിന്ധു ചേച്ചിയാ? അതന്നെ. ഞങ്ങളതിങ്ങി പിടിച്ചാ കിട്ടൂല. എന്താണ് ലേഡീസ് രാവിലെ ഗുഡ് മോർണിംഗ്. ദൈവം, ഈ ശബ്ദം കേട്ടിട്ട് എത്ര ദിവസമായി? അയ്യോ ഇന്നലെയൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. ഇന്നലെ ഞാൻ ഉണ്ടായിരുന്നു. ശബ്ദം കേട്ടിട്ടെന്ന് ഞാൻ പറഞ്ഞു, കണ്ടു, ആളെ കണ്ടു ഞാൻ, പക്ഷെ ശബ്ദം കേട്ടിട്ടെന്ന് ഞാൻ പറഞ്ഞത്. ആ ഓക്കെ ഓക്കെ. ഇന്ന് എന്താണ്, കാറിലാണല്ലോ? എവിടെ പോകും രാവിലെ? രാവിലെ മൈസൂർ. അവിടുന്ന് ഇങ്ങോട്ട് അടുത്താട്ടോ ബാംഗ്ലൂര്. എന്റെ കൂടെ മറ്റേ ചങ്ങായി ഉണ്ട്, ചെറുതുണ്ടോ? മറ്റേ എന്താ സുനിൽ 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 ഭായ് ഉണ്ടോ? സുനിൽ ഭായ് ഉണ്ടോ? ഓ സുനിൽ ഭായി നമ്മൾ രണ്ടുപേരും കൂടെ. ശരി. സിംഗിൾ ഡേ പ്ലാൻ ആണോ അതോ 2 ദിവസത്തേക്ക് 2 ദിവസത്തേക്കുള്ള? ഇത് 2 ഫോൺ അങ്ങോട്ടായപ്പോഴത്തേക്ക് ഭയങ്കര കൺഫ്യൂഷൻ. യെസ്, നോക്കാം എന്താണ് ആളുകൾക്ക്. ഇന്നലത്തെ ക്ലാസ് നല്ലതായിരുന്നു. താങ്ക് യു. ഇന്നലത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ ആ 3F സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടെ. 3F അല്ലേ? ആ 3F. ഫീൽ, ഫെൽറ്റ്, ഫൈൻഡ്. ആ ക്യാമറ ഓഫ് ചെയ്തേക്കാം. ഫീല്, ഫെൽറ്റ്, ഫൈൻഡ് അല്ലേ? ഫൗണ്ട്. അതായത് ഐ ഫീൽ അല്ലെ, ഐ നോ വാട്ട് യു ഫീൽ and there are some other people also felt the same, and what I found the answer is നല്ല രീതിയിൽ. യെസ്. ഇന്നലത്തെ ആരാ? മുനീർ ഭായ് ഒന്നും ഇല്ലേ? അപ്പൊ മുനീർ ഭായ് എന്താ കാണാറില്ല ക്ലാസ്സിൽ? ആളില്ല. 10 days തുടങ്ങിയതിന്റെ ശേഷം വന്നിട്ടില്ല. കണക്ട് ചെയ്യണല്ലോ. ശരിയല്ലല്ലോ. ഒരാളൊരു കണ്ടിന്യൂസ് ആയിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ ഒരു അസുഖത്തിന്റെ ലക്ഷണമാണ്. മുനീർ. ഓക്കെ, സോ സെയിൽസ് എങ്ങനെ കൂട്ടാം? ഒന്ന് പറഞ്ഞു രൂപേന. സെയിൽസ് എങ്ങനെ കൂട്ടാം? കസ്റ്റമേഴ്സിനെ കൂട്ടിയാൽ നല്ല രീതിയിൽ മാർക്കറ്റിംഗ് പോസ്റ്റിംഗ് ചെയ്താൽ പിന്നെന്താ വഴി? പിന്നെ നമ്മൾ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോ അവരെന്തായാലും വാങ്ങുന്നുള്ള, നമ്മളടുത്തേക്ക് വരുന്നവരെന്തായാലും വാങ്ങിട്ടാ പോകുന്നുള്ള. പിന്നെ അങ്ങനെ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള
സംഭവങ്ങൾ കൊടുക്കാം. ക്വാളിറ്റിയുടെ സംഭവങ്ങൾ കൊടുക്കുക. പിന്നെ മെയിനായിട്ട് മാർക്കറ്റിങ്ങും അപ്പോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞതായിട്ട് പ്രഖ്യാപിക്കുന്നു. ജുഹൈന കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നു. ഈ ഞാനെന്താ പറയാനോ, സെയിൽസ് എങ്ങനെ കൂട്ടാന്ന് ജുഹൈന പറഞ്ഞു. ഇനിയിപ്പോ ഞാനെന്ത് പറയാനോ? ഇതൊന്നും അറിയാത്തോണ്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ജുഹൈനക്ക് ഇതൊക്കെ അറിയാന്നുള്ളത് മനസ്സിലായില്ലേ? നിങ്ങളൊക്കെ ഇങ്ങനെ വന്നിരുന്നു അവിടെ. ജുഹൈന തകർത്തോണ്ടിരിക്കുക. ജുഹൈന എല്ലാം പഠിച്ചിരിക്കുന്നു. ഞാൻ എന്താ എടുക്കുക? ചെയ്ത് കാണിക്കും ഞാൻ. അപ്പൊ കുറച്ചും കൂടി എഫക്റ്റീവ്. എന്നിട്ട് ചെയ്ത് കാണിച്ചിട്ട് എന്ത് മാറ്റാ വന്നേ പറഞ്ഞു. ഇപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ ടീം, നമ്മുടെ ടീം സ്റ്റോക്സ് മാത്രമേ ഉള്ളൂ. പറഞ്ഞു. ചെയ്തിട്ട് തന്നെ എന്താ പറയാ, ഇപ്പൊ കുറെ ആൾക്കാർ അറിയാൻ തുടങ്ങി. ഇല്ല, ഈ നാട്ടുകാർക്ക് ആർക്കും അറിയില്ല. ഞാൻ പറയുമ്പോ ഇവിടെ 6 കൊല്ലായി വന്നിട്ട് ഇവിടെ ഒരൊറ്റ കുട്ടിക്ക് അറിയില്ല. ഞങ്ങൾ എടുക്കുന്നവർക്ക് മാത്രം അറിയാന്നല്ലാതെ ആണ്ട് ഇറങ്ങിയ എല്ലാവർക്കും അറിയാം. ഇങ്ങോട്ട് ചോദിക്കലോ എടുക്കും, അത് വന്നിക്കണോ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അത് കേൾക്കുമ്പോ ഒരു സന്തോഷമാണ്. തിരിച്ചറിയാണെങ്കിൽ തുടങ്ങിയല്ല. ഓക്കെ, സെയിൽസ് കൂട്ടാൻ എന്താണ് വഴി? ഈ ബിസിനസ്സുകാർ നേരിടുന്ന ഒരു വലിയ വലിയ ചലഞ്ചാണ് സെയിൽസ്. ഹരിദാസേട്ടനാണെങ്കിലും ഷാജി ബ്രോ ആണെങ്കിലും അല്ലെങ്കിൽ നവീൻ ഭായ് ആണെങ്കിലും ആര് തന്നെയാണെങ്കിലും എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ബേസിക്കലി സെയിൽസ്. അപ്പൊ സെയിൽസ് കൂട്ടാൻ എന്താ വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വഴികളെ തേടിപ്പോയി അതിനെ ഇംപ്ലിമെന്റ് ചെയ്ത് അതിനെ സ്ട്രാറ്റജൈസ് ചെയ്ത് അതിനെ കാര്യങ്ങളായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതിനേക്കാൾ എന്നെ സംബന്ധിച്ചോളം ഏറ്റവും നല്ലതെന്ന് എനിക്ക് പറയാൻ പറ്റുന്നത് ഉള്ള വഴികളുടെ മൂർച്ച കൂട്ടുക എന്നുള്ളതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. എന്താണ് ഈ ഉള്ള വഴികളുടെ മൂർച്ച കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ജുഹൈനയുടെ വീട്ടില് മീൻ മുറിക്കണ കത്തി, താൻ അത് ഉപയോഗിക്കുന്നുണ്ട്, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിന് താൻ ഒരു മൂർച്ച കൂട്ടനും പരിപാടികളും ഒന്നും ചെയ്യുന്നില്ല എന്ന് കരുതുക. താൻ മീൻ മുറിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നതും തൻ്റെ ഒരു എഫേർട്ട് എന്ന് പറയുന്നതും വളരെ അധികമായിരിക്കും. ശരിയാണോ? എന്നാൽ അതിന്റെ മൂർച്ച കൂട്ടിക്കഴിഞ്ഞാൽ ഒന്ന് കല്ലിലൊന്നുകൊണ്ട് ഉരസിയിട്ട്, അല്ലെ അങ്ങനെയല്ല ചെയ്യല്, കല്ലിലൊന്നുകൊണ്ട് ഉരസിയിട്ട് മീൻ മുറിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് കുറച്ചും കൂടി സ്പീഡ് കിട്ടും ബേസിക്കലി. അതെ, അപ്പൊ സ്പീഡ് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാചകത്തിലേക്ക് ഇൻവോൾവ് ആവാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് സാധിക്കും. അല്ലേ? എന്ത് ചെയ്യാം? നമ്മൾ ഇതിന് എന്ത് ചെയ്യാം എന്നുള്ളതാണ്. സെയിൽസ് ഇതുപോലെ സെയിൽസ് കൂട്ടാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെ സെലക്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ മൂർച്ച കൂട്ടണം. ഇത് കൂട്ടാത്തത് കൊണ്ടാണ് പലരും സെയിൽസിൽ താഴെ പോകുന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. അപ്പൊ ഷാജി ബ്രോയുടേതായ ഒരു സെയിൽസ് സ്ട്രക്ചർ ഉണ്ട്. ആ സെയിൽസ് സ്ട്രക്ചറിൽ പിടിച്ചിട്ടാണ് ഷാജി ബ്രോ പോകുന്നത്. മേ ബി അത് ഓൺലൈന് ബന്ധപ്പെട്ട അഡ്വർടൈസ്മെന്റ്സ് ആയിരിക്കാം, അല്ലാണ്ട് റെഫറൻസിന്റെ ബേസ് ചെയ്തിട്ടുള്ള ട്രസ്റ്റ് ആയിരിക്കാം. അതിങ്ങനെ ഒരു താളത്തിൽ ഒരു ഓളത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഷാജി ബ്രോ ചോദിക്കും എങ്ങനെയുണ്ട് ബിസിനസ്, എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതായത് നമ്മുടെ മനസ്സിനെ സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്വയം കുറച്ചുണ്ടാവുന്ന സെയിൽസ് ഉണ്ടാവും അവിടെ. എന്നാൽ അതേ കാര്യത്തിന് അതിന്റെ മുകളിൽ ഇരുന്ന് അതിനെക്കുറിച്ച് മനസ്സിലാക്കി വീണ്ടും അതിന്റെ മുകളിൽ ഇരുന്ന് മനസ്സിലാക്കി അതിനിങ്ങനെ ഒരു പവർ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് കൂടുതലായിരിക്കും. ഉദാഹരണമായിട്ട് ഞാൻ പറയാണ്, ഷാജി ബ്രോയ്ക്ക് റെഫറൻസ് കിട്ടുന്നുണ്ടായിരിക്കും അല്ലെ? ഈ റെഫറൻസ് സെയിലാണ് ചിലപ്പോൾ മിക്കവാറും ഒരു നല്ല ബിസിനസ് റൺ ചെയ്യിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഒരു മാർഗം, വൺ ഓഫ് ദ മാർഗം സെയിൽസിൽ. ഈ റെഫറൻസ് സെയിൽസ് കിട്ടുമ്പോൾ ഷാജി ബ്രോ ഓക്കെ സെറ്റ് ഓടിക്കൊണ്ടിരിക്കും, റൺ ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഒരടി അതിൽ കൂടുതൽ ശ്രദ്ധിച്ചാൽ വേണ്ട, ആ കാര്യത്തിനെ രാവിലെ ഇരുന്നിട്ട് എനിക്ക് ഈ മാസം എത്ര റെഫറൻസ് കിട്ടി, ഇനി റെഫറൻസ് എന്തൊക്കെ കിട്ടാനുണ്ട്, ഒപ്പം ഇരിക്കുന്ന ടീമിനോട് ചോദിക്കുക എത്ര റെഫറൻസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്,
എന്ന് ഈ മാസം ആരൊക്കെ റെഫറൻസ് തന്നു, നമ്മുടെ പഴയ കസ്റ്റമേഴ്സിനൊക്കെ ഒന്ന് വിളിച്ചിട്ട് ഒന്ന് റെഫറൻസ് എടുക്ക്. ഓൺലി ഐ എം ടോക്കിംഗ് ഓൺലി അബൌട്ട് റെഫറൻസ് കേട്ടോ. ഒന്ന് എടുക്ക് എന്ന് ടീമിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന റെഫറൻസിനേക്കാൾ കൂടുതൽ അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അതെ എനിക്ക് ഞാനിങ്ങനെ LVM എന്നാണ്, നമുക്ക് ആർക്കെങ്കിലും റെഫറൻസ് ആരെങ്കിലും റെഫറൻസ് ഉണ്ടോ, ഓ ഞാനത് പറയാൻ മറന്നു, നിങ്ങളുടെ നമ്പർ മിസ്സായി പോയി എന്ന് പറഞ്ഞിട്ട് ഒരു കസ്റ്റമർ നിങ്ങൾക്ക് ഇന്ന ആളെ വിളിച്ചു അവർക്ക് ആവശ്യമുണ്ട് എന്ന് പറയൂ. എന്താ ചെയ്തെന്താ? സാധാരണ റെഫറൻസ് സെയിൽസ് ഇങ്ങനെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിലേക്ക് ഷാജി ബ്രോ എന്ത് ചെയ്തു? ഒരു ചോദ്യം ചോദിച്ചു കൂടുതലായിട്ട്. എന്താ? നമുക്ക് എത്ര റെഫറൻസ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് എങ്ങനെ റെഫറൻസ് കൂടുതൽ കിട്ടാൻ സാധിക്കും, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു ചോദ്യം ചോദിച്ചു. അതായത് ഒന്ന് അതിന്റെ മുകളിലേക്ക് ഇരുന്നു. ഓക്കെ, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്ത്? ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തിനെ ഒന്നുകൂടി എഫക്റ്റീവായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വർക്കൗട്ട് ആവുമെന്ന് പറയാനുള്ള കാരണം. ക്ലിയർ? ക്ലിയർ? സോ നമുക്ക് തുടങ്ങാം. എങ്ങനെയൊക്കെ സെയിൽസ് കൂട്ടാം? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നലെ എനിക്ക് കിട്ടിയ എൻക്വയറി എന്ന് പറയുന്നത് എങ്ങനെ സെയിൽസ് കൂട്ടാന്നുള്ള എൻക്വയറി ഒരു 40-ന് മുകളിലാണ്. നമ്മുടെ ഫിഗർ നോക്കിയേ, കണ്ടന്റ് നോക്കിക്കേ. നമ്മുടെ സെയിൽസ് കൂട്ടാൻ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. കൂടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ രാവിലെ 6 മണിക്ക് എഴുന്നേക്കാൻ ഒരു മടിയുണ്ട്. നോക്കിയേ, നമ്മുടെ ബിസ്റ്റോക്സിൽ സ്ഥിരമായിട്ട് കഴിഞ്ഞ 100-120 ദിവസം എഴുന്നേറ്റിരിക്കുന്നവർ മാത്രമാണ് മാക്സിമം വന്നിരിക്കുന്നത്. എന്താ കാരണം? ഇതാണ് രാമേന്ദ്രേട്ടനും പുതിയതായിട്ട് വരുന്ന ബിസിനസ്സുകാരും തമ്മിലുള്ള വ്യത്യാസം. ക്ലിയർ ആയോ? രാമേന്ദ്രേട്ടനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ചെറുതായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്ത്? ബിസിനസ് കൂടണമെന്ന്. അത് നമ്മടൊപ്പം ഇരുന്നിട്ട് ഇനി ബിസിനസ് താഴെ പോയാൽ ശ്രീജിത്ത് സാർ എന്നെ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ജുഹൈൻ എന്നെ കൊല്ലും, കളിയാക്കിയിട്ടെങ്കിലും കൊല്ലും, ഒന്നുമില്ല വിജയന്റെ തലക്കടിക്കും എന്ന് വിചാരിച്ചിട്ട് ഡെയിലി രാവിലെ വന്ന് അത് കൊണ്ട് കിട്ടുന്ന, ഇന്നലെ എന്താ പറഞ്ഞ ആ ഡയലോഗ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു കേട്ടോ. എനിക്കിപ്പോ പണിയൊന്നുമില്ലെന്ന്. കച്ചവടം അങ്ങോട്ട് കൂടിയിട്ടേ, കച്ചവടം കൂടുന്നുണ്ട് അവിടെ, പണിക്കാരവിടെ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്, എന്നിട്ട് എനിക്ക് കച്ചവടം ഇല്ല, ഞാൻ വേറെ എന്തെങ്കിലും പണി നോക്കുകയാണ്. ഇത് വേറൊന്നുമല്ല, ഇത് ആർട്ടിവൈറ്റിന്റെ ഉള്ളിൽ നിന്ന് കയറി വരുന്ന ആ സാധനമാണ് ഡിസയർ. ഇതെങ്ങനെ വന്നത്? ഇത് വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് ഇതൊരു ആവശ്യമായി മാറി. ഇത് ബിസ്റ്റോക്സിൽ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റിട്ട് എന്നെ കണ്ടില്ലെങ്കിൽ ജുഹൈനെ കണ്ടില്ലെങ്കിൽ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു ഫീലിംഗ് ആയി. കാര്യങ്ങളൊന്നും കുറച്ച് ഒരിക്കലും പറയാണ്ട് ഭാര്യ എന്നെ വല്ലാണ്ട് ഇൻസൾട്ട് ആക്കുന്നത്. ഞാൻ പണിക്ക് പോയിട്ട് ഭാര്യ ഇൻസൾട്ട് ആക്കണമെന്നോ? എന്ത് പറഞ്ഞിട്ട് ഇൻസൾട്ട് ആക്കണം? ഇനി എന്താ ഇൻസൾട്ട് ആക്കണം? നിങ്ങൾ പണിയെടുക്കണ്ടല്ലാതെ പണിയെടുക്കില്ല എന്നായിരുന്നു. ഇപ്പൊ കാശായി പണിയെടുക്കും, ഇപ്പോഴും അതന്നെ പ്രശ്നം. കാശല്ല കണക്കാഴ്ചയോട് കൊടുക്കില്ല, പണിയെടുക്കാനും പോകുന്നില്ല. അവർക്ക് പ്രശ്നം മുതലാളിയാ, അതുകൊണ്ടാ, ഭാര്യയായിട്ടല്ല. കമ്പനിയുടെ മുതലാളി ചോദിക്കുകയാണ് എന്താണ് പണിക്ക് പോവാത്തതെന്ന്. അപ്പൊ അടുത്ത പണി പിടിക്കണം. നിങ്ങൾ ഈ മറ്റേ ചെൽസി എന്താ പറയാ, നിങ്ങളുടെ സ്ഥലത്ത് മാത്രം എന്താ പഴയങ്ങാടിയോ എന്താ സ്ഥലം പറഞ്ഞ, അവിടെ മാത്രമല്ല, മാറ്റിപ്പിടിക്കണം, സ്ഥലം മാറ്റണം. അപ്പോ ഞാൻ പറഞ്ഞു വന്ന് ഇത്രേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം സെയിൽസ് കൂട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് എങ്ങനെയെന്നാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. റെഡിയാണോ? ഇപ്പോ ചെയ്യുന്ന കാര്യം, ജുഹൈന പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാ ജുഹൈന പറഞ്ഞത്? ആദ്യം പറഞ്ഞു, ജുഹൈന എങ്ങനെയാ സെയിൽസ് കൂട്ടാന്ന് ചോദിച്ചപ്പോ ജുഹൈന പറഞ്ഞു മാർക്കറ്റിംഗ് ചെയ്യണം, പുതിയ കസ്റ്റമറെ കണ്ടുപിടിക്കണം. പിന്നെന്താ പറഞ്ഞു ജുഹൈന? പിന്നെ ആൾക്കാരോട് നന്നായിട്ട് സംസാരിക്കണം. പിന്നെന്താ പറഞ്ഞത്? പിന്നെ ഞാൻ ഇനി ചെയ്തിട്ട് കാണിച്ചു തരാം. കേട്ടില്ല. ക്വാളിറ്റി ഉള്ളത് കൊടുക്കണം. ക്വാളിറ്റി ഉള്ളത് കൊടുക്കണം, ഇതല്ലേ പറഞ്ഞത്? ശരിയല്ലേ? അപ്പോ അങ്ങനെ ഇരിക്കുന്ന ജുഹൈന എന്തൊക്കെ ചെയ്യാം? വെരി സിമ്പിൾ. നമ്മൾ സെയിൽ കൂട്ടാൻ വേണ്ടിയിട്ട്, സെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നല്ല ഐഡിയ ഉണ്ടോ? യെസ്. ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യം
നമ്മൾ പുതിയതായിട്ട് കസ്റ്റമറെ കണ്ടുപിടിക്കുന്നു. ശരിയല്ലേ? പ്രോസ്പെക്റ്റിംഗ്. ശരിയല്ലേ? അതെ. അതായത് നമ്മൾ 4 കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, സെയിൽസ് കൂട്ടാനുള്ള അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം പ്രോസ്പെക്റ്റിംഗ് ആണ്, മാർക്കറ്റിംഗ് ആണ്, ഫൈൻഡിങ് ദ റൈറ്റ് കസ്റ്റമർ, ഫൈൻഡിങ് ദ കസ്റ്റമർ എന്നൊക്കെ നമുക്ക് പറയാം. ഞാൻ ഒരു കാര്യം പറയാം, ഇവിടെ ആർക്കാണ് സെയിൽ കുറവുള്ളത്? ഒന്ന് കൈ വെക്കാവോ? സെയിൽ കുറവുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് സെയിൽ കുറവില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അടിയിട്ടിടുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും സെയിൽ കുറവാണെന്ന് ചിന്തിക്കണം. എല്ലാവർക്കും സെയിൽ കുറവാണെന്ന് ചിന്തിക്കണം. കാരണം ആദ്യം വേണ്ടത് സെയിൽ കൂടാൻ ആദ്യം വേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രോസ്പെക്റ്റിംഗ് മാർക്കറ്റിംഗ് ഒന്നുമല്ല. എനിക്ക് സെയിൽ കൂടണമെന്നുള്ള ആഗ്രഹമാണ്. അത് ഉള്ളിലുണ്ടാവണം, കൂടണം. സെയിൽസ് കൂടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങളുടെ കമ്പനി വളരുള്ളൂ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കോ, നിങ്ങളുടെ കമ്പനി എത്ര വലുതോ എത്ര ചെറുതോ, നിങ്ങളുടെ കമ്പനി കൊടുക്കുന്ന പ്രോഡക്റ്റ് എത്ര ക്വാളിറ്റി ഉള്ളതോ ക്വാളിറ്റി ഇല്ലാത്തതോ, നിങ്ങളുടെ കമ്പനി കൊടുക്കുന്ന സ്ഥലം, കൊടുക്കുന്ന പ്ലേസ് എന്ന് പറയുന്നത് ചെറുതോ അല്ലെങ്കിൽ വലുതോ, നിങ്ങൾ ഓൾ കേരള കൊടുക്കുന്നുണ്ടോ, ഒരു തൊടുപുഴ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രമേ കൊടുക്കുന്നുള്ളൂ, ഓൾ ഇന്ത്യ കൊടുക്കുന്നുണ്ടോ, നിങ്ങളുടെ പ്രോഡക്റ്റ് ചെറുതോ വലുതോ, ചെറിയ എമൗണ്ടിലുള്ളോ വലുത് എമൗണ്ടിലുള്ളതോ, അതൊന്നും ഇവിടെ വിഷയമല്ല. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് മാത്രമേ നിങ്ങൾക്ക് വരുമാനം കൊണ്ടുവരുന്നുള്ളത് തിരിച്ചറിവ് നിങ്ങൾക്ക് ഇല്ലാത്തടത്തോളം കാലം നിങ്ങളെ സംബന്ധിച്ചോളം ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചോളം ഞാനിവിടെ ട്രെയിനിങ് എടുക്കാൻ വരുന്ന സമയത്ത് ഞാൻ കൊടുക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത്, കണ്ടന്റിനേക്കാൾ ഞാൻ എപ്പോൾ ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട സാധനം സെയിൽസ് ആണ്. കാരണം ഈ കണ്ടന്റ് ഉണ്ടായിട്ട് ഞാൻ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇത് കേൾക്കാൻ മുന്നിൽ ആളില്ലെങ്കിൽ, എനിക്ക് ഈ കണ്ടന്റിന് കാശ് തരുന്നില്ലെങ്കിൽ, ക്ലാസ് എടുക്കുന്നതിന് കാശ് തരുന്നില്ലെങ്കിൽ പിന്നെ എന്ത് കഥയുള്ളു? 10 ലക്ഷം 20 ലക്ഷം 50 ലക്ഷം കൊടുത്തിട്ട് സ്റ്റേജും സ്റ്റേജിനോട് ബന്ധപ്പെട്ട സാധനങ്ങളും അതിനോട് ഈവന്റിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളും വാങ്ങി വെച്ചിട്ട് ഷാജി ബ്രോക്ക് വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ മറ്റേ ഉർവശി തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ് കളിക്കാനല്ലേ പറ്റുള്ളൂ, അല്ലേ? ഇത് ഞാൻ പണ്ട് മറ്റേ നാടകത്തിൽ അഭിനയിച്ച സാധനം എന്നൊക്കെ പറയണ പോലെ ഈ സ്റ്റേജ് ഞാൻ ആ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാനല്ലേ പറ്റുള്ളൂ. യു ഹാവ് സെയിൽസ് യാർ, യു ഷുഡ് ഹാവ് സെയിൽസ്. നിങ്ങൾക്ക് സെയിൽസ് വേണം, നിങ്ങൾക്ക് അഡ്മിഷൻസ് വേണം, നിങ്ങൾക്ക് എൻറോൾമെന്റ്സ് വേണം, നിങ്ങൾക്ക് കാശ് വരണം, നിങ്ങൾക്ക് പുതിയ കസ്റ്റമർ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഈ തിരിച്ചറിവ് പലരും എടുക്കുന്നില്ലെന്നേ, എന്റെ പ്രശ്നം അതാ. അപ്പൊ ആദ്യം അത് മനസ്സിലാക്കുക. ഇവിടെ ഇരിക്കുന്നവരെ പലരും ഇപ്പോഴും മനസ്സിലാക്കാത്ത കാര്യം പ്രൊഡക്ഷൻ ആണ് വലുതെന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്. ഞാൻ ഹരിദാസേട്ടനെ ഉദ്ദേശിച്ചാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഹരിദാസേട്ടനെ ഉദ്ദേശിച്ചാണ്, ബാക്കി ചിലരെ ഉദ്ദേശിച്ചിട്ടാണ്. വെരി സിമ്പിൾ. പ്രൊഡക്ഷൻ ആണ് വലുതെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. പ്രൊഡക്ഷൻ അല്ല, സെയിൽസ് ഉണ്ടെങ്കിലേ പ്രൊഡക്ഷൻ നടത്തിയിട്ട് കാര്യമുള്ളൂ. സെയിൽസ് ഉണ്ടെങ്കിലേ നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് കാര്യമുള്ളൂ. സെയിൽ വാങ്ങാൻ ആള് വേണം. ഞാൻ പറയാണ്, ഞാൻ രാവിലെ 6 മണിക്ക് എല്ലാ ദിവസവും ക്ലാസ് എടുക്കുന്നത് കേൾക്കാൻ ആള് വേണ്ടേ? എല്ലാവരും ബെഡിൽ കടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ പറയാണ് ഞാൻ ക്ലാസ് എടുക്കാന്ന് പറഞ്ഞ ആള് വേണ്ടേ? ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാൻ എത്ര നേരം പറ്റും? അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് സെയിൽസ് ഡിപ്പാർട്ട്മെന്റിനെ വളർത്തിയെടുക്കണം. സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ് നമ്മുടെ കമ്പനിയിൽ വരുമാനം കൊണ്ടുവരുന്ന ഒരേ ഒരു ഡിപ്പാർട്ട്മെന്റ്. അതിനെ നല്ലവണ്ണം ശ്രദ്ധിക്കണം. പക്ഷെ ഇവിടെ ഇരിക്കുന്നവർ പലരും കാണിക്കുന്ന അബദ്ധം എന്താ അറിയോ? ഞാൻ ഓപ്പൺ ആയിട്ട് പേര് വിളിച്ച് ഞാൻ പറഞ്ഞുതരാം. ഹരിദാസേട്ടൻ ചെയ്യണം, ഹരിദാസേട്ടന്റെ അവലോസ് പൊടിയും അതുപോലെ തന്നെ തേങ്ങയുടെയും ക്വാളിറ്റി മാത്രമാണ് ഹരിദാസേട്ടൻ നോക്കുന്നത്. സെയിൽസിനെ കുറിച്ച് ബോധറല്ലായിരുന്നു. ഇപ്പാണ് കുറച്ചൊക്കെ, പക്ഷെ അല്ലായിരുന്നു. ഷാജി ബ്രോയെ സംബന്ധിച്ചുള്ള ഷാജി ബ്രോ ക്വാളിറ്റി, മറ്റുള്ള സാധനത്തിന്റെ ക്വാളിറ്റി നോക്കുമായിരുന്നു, സെയിൽസ് കുറവായിരുന്നു. ഇപ്പൊ മാറിയിട്ടുണ്ട്, ഇല്ലേ? അതെ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും സെയ്ദക്ക പറയാണ് എന്റെ പ്രൊഡക്റ്റ് ഭയങ്കര ക്വാളിറ്റി, എന്റെ പ്രൊഡക്റ്റ് ഭയങ്കര ക്വാളിറ്റിയാ എന്ന് പറഞ്ഞാൽ ആരും വാങ്ങില്ല. നിങ്ങൾക്ക് വേണ്ട കസ്റ്റമർ വേണം, അത് വാങ്ങാനുള്ള ആൾക്കാർ വേണം. രാമേന്ദ്രേട്ടന്റെ സോഡ കുടിക്കാൻ ആളുണ്ടെങ്കിൽ മാത്രമേ അത് ഉണ്ടാക്കിയിട്ട് കാര്യമുള്ളൂ. ഇത് നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ട് ഉണ്ടാവണം. സെയിൽ കൂടണം. കാരണം കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ബിസിനസ് ചെയ്യുന്നത്. ഈ കാശ് കിട്ടാൻ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ സെയിൽ കൂടണം. ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് അടിച്ചിറക്കണം. അത് പലരും ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് അടിച്ചിറക്കണം എന്നുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ സെയിൽ കൂടാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത് നമ്മൾ പഠിക്കേണ്ടത്.
നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റുകൾ, നിങ്ങൾക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, HR ഉണ്ടാവും, ഫിനാൻസ് ഉണ്ടായിരിക്കും, പിന്നെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും, ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് മാത്രമേ അതിൽ കാശ് കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അത് ചെലവാക്കാനിരിക്കുന്നവരാ. അതായത് ഒരു മാർഗം വരുമാനവും ബാക്കി ഒരുപാട് മാർഗം ചെലവും. അപ്പൊ ഇത് മനസ്സിലാക്കുക, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആദ്യം ഒന്ന്. രണ്ടാമത്തെ കാര്യം, എങ്ങനെ നമ്മളിപ്പോ ചെയ്യുന്ന സെയിൽസിനെ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും, സെയിൽസ് എങ്ങനെ കൂട്ടാൻ പറ്റും. അപ്പോൾ ആദ്യം ജുഹൈന പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ക്ലോസിങ്, സെയിൽസ് കൂട്ടാനുള്ള ഏറ്റവും വലിയ മാർഗം. പലരും അറിയുന്ന കാര്യമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചലഞ്ച്? ആദ്യം തന്നെ ചാടി ഓരോരുത്തരും പറയുന്നത് സെയിൽസ്, സെയിൽസ്, സെയിൽസ്. എന്താ സെയിൽസിലെ പ്രശ്നം? സെയിൽസിലെ ക്ലോസിങ്, ക്ലോസിങ്, ക്ലോസിങ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, സെയിൽസിലെ ക്ലോസിംഗ് അല്ല നിങ്ങളുടെ യഥാർത്ഥ വിഷയം, യഥാർത്ഥ പ്രശ്നം. നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് സെയിൽസിലെ ക്ലോസിംഗ് അല്ല. നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം, നിങ്ങൾക്ക് സംസാരിക്കാൻ, നിങ്ങളുടെ സാധനം വാങ്ങാൻ താല്പര്യമുള്ള, ചെറുതായിട്ടെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾ പോലും, അല്ലെങ്കിൽ ആളുടെ ഇരിക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ് എന്നുള്ളതാ. അതായത് പ്രോസ്പെക്ട്സ് കുറവാണ്. ജുഹൈനോട് ഞാൻ പറയുന്ന ആദ്യം തൊട്ടേ പറയുന്ന കാര്യം, നീ നിന്റെ അയൽവക്കത്തെ വീട്ടിൽ മാത്രം കൊടുക്കാതിരുന്നാൽ നിന്റെ ബിസിനസ് ഡെവലപ്പ് ആവില്ല. ഇപ്പൊ ജുഹൈന പറയണ എന്താ? ഞാൻ പുറത്തിറങ്ങി എനിക്ക് ആൾക്കാരെ കൂടുതൽ അറിയാം. ജുഹൈന ചെയ്തെന്താ? കൂടുതൽ ആൾക്കാരിലേക്ക് പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി, പ്രോസ്പെക്ട് ചെയ്യാൻ തുടങ്ങി. കച്ചവടം കൂടിയിട്ടുണ്ടാവുമല്ലോ ഇപ്പൊ. അതവള് പറയൂല കേട്ടോ, ബാക്കിയൊക്കെ പറയും. കച്ചവടം കൂടിയ കഥ മാത്രം അവള് പറയൂല. അല്ലേ? കൂടിക്കണു. ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. നിങ്ങൾ ചെയ്ത കാര്യം എന്താ? ആദ്യം ജുഹൈനയുടെ വീടിന്റെ ചുറ്റുപാടുമുള്ള ആളുകൾ മാത്രമായിരുന്നു ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ വന്നിരുന്നത്, അല്ലെങ്കിൽ അവരെ മാത്രമായിരുന്നു നിങ്ങൾ അറിയിച്ചിരുന്നത്. പിന്നീട് നിങ്ങൾ എന്ത് കാട്ടി? ആ നാട്ടിലുള്ള ആളുകളെ മൊത്തം അറിയിക്കാൻ തുടങ്ങി. പിന്നീട് എന്ത് കാട്ടി? ജുഹൈനയുടെ കെയർ ഓഫിലുള്ള കണക്ഷനിലുള്ള എല്ലാവരും അറിയിക്കാൻ തുടങ്ങി. ഇപ്പൊ എന്ത് ചെയ്യുന്നു? കൂടുതൽ ഫ്രണ്ട്സ് വഴി കൂടുതൽ ആളുകൾ അറിയിക്കുന്നു. അപ്പോ നിങ്ങൾക്ക് പണ്ട് നിങ്ങളുടെ ലിസ്റ്റിലേക്ക്, കസ്റ്റമർ വാങ്ങാൻ നിൽക്കുന്നത് 10 ആളായിരുന്നെങ്കിൽ ഇത് 100 ആളായപ്പോ നിങ്ങൾക്ക് സെയിൽ കൂടി. ശരിയല്ലേ? അപ്പൊ ഒരു കാര്യം ഉറപ്പിക്കുക, നമ്മുടെ കയ്യിൽ ഇനഫ് നമ്പർ ഓഫ് ലീഡ്സ് ഉണ്ടെങ്കിൽ, ഇനഫ് നമ്പർ ഓഫ് പ്രോസ്പെക്ട്സ് ഉണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ബിസിനസ് കൂടും. ഞാൻ പറയാം, രാമേന്ദ്രേട്ടൻ ഇപ്പൊ നിൽക്കുന്ന ഒരു ഫിഗർ ഉണ്ടല്ലോ, അത് എനിക്ക് താങ്കൾക്കും അറിയാം. ആ ഫിഗർ മാറാൻ ഒരൊറ്റ വഴിയുള്ളൂ രാമേന്ദ്രേട്ട. അതായത് മാസത്തിലെ വരുമാനം ഉണ്ടല്ലോ, നിങ്ങൾ ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഏരിയ, അവിടെ അപ്പൊ പറയും ആ ഏരിയ ഒന്ന് മാറ്റി പിടിക്കണം, അല്ലെങ്കിൽ ആ ഏരിയയിൽ വേണം കൂടുതൽ ഏരിയ പിടിക്കണം. അപ്പൊ പറയും, അല്ല അവിടെ ഓൾറെഡി വേറെ ടീം ഉണ്ട്. ആയിരിക്കാം. അതില്ലാത്ത സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് അവിടേക്കും കൂടി നിങ്ങൾ കൂടുതലായിട്ട് മാർക്കറ്റിംഗ് ചെയ്തേ പറ്റൂ. നിങ്ങളുടെ വരുമാനം കൂടാൻ നിങ്ങളുടെ പ്രൊഡക്റ്റ് വിറ്റേ പറ്റൂ. ശരിയല്ലേ? നിങ്ങളുടെ പ്രോഡക്റ്റ് വിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് പറ്റുന്ന സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണം, മാർക്കറ്റ് ചെയ്യണം. അവിടുത്തെ ഷോപ്പുകളിൽ സോഡ എത്തണം, അത് നിങ്ങളുടെ ഡിഫറെന്റ് ടേസ്റ്റുകൾ എത്തണം. അപ്പോഴേ നിങ്ങളുടെ വരുമാനം കൂടുള്ളൂ. ഇത് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ ഓരോരുത്തർ ഇരുന്നിട്ട് നമുക്ക് വരുമാനം കൂടും. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, എല്ലാ വർഷവും 20% മുതൽ 30% വരെ ഇൻഫ്ലേഷൻ ഉണ്ടല്ലോ. കഴിഞ്ഞ തവണത്തേക്കാൾ അരിയുടെ വില മുതൽ എല്ലാറ്റിന്റെ വിലയും ഒരു 30% റേറ്റ് കൂടിയിട്ടുണ്ടല്ലോ. നമ്മുടെ ബിസിനസ് ഒരു 30% കൂടിയാലല്ലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നന്നായിട്ട് പോകുന്നുണ്ട് എന്നുള്ളതിന് അർത്ഥമില്ല നാളെ നന്നായിട്ട് പോവാമെന്നുള്ളത്. എന്താ കാരണം? നമ്മുടെ ഇവിടുത്തെ എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബിസിനസ് കൂട്ടിയേ പറ്റൂ. അപ്പൊ ബിസിനസ് ഇതൊക്കെ ഇങ്ങനെ മതി, ഇങ്ങനെ പോവാമെന്ന് ചിന്തിക്കുന്നവരുണ്ട് ഇതില്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറയുന്നത്. അബ്ബാസ് ഭായിയെ സംബന്ധിച്ച് ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ. നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതിനെന്ത് ചെയ്യണം? നമ്മൾ പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കണം, പുതിയ ലൊക്കേഷനുകൾ കണ്ടുപിടിക്കണം, പുതിയ പ്രോസ്പെക്റ്റിംഗ് മെത്തേഡുകൾ കണ്ടുപിടിക്കണം, പുതിയ രീതികൾ കണ്ടുപിടിക്കണം. എന്തൊക്കെയാണോ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക, കസ്റ്റമറെ ജനറേറ്റ് ചെയ്യാൻ എന്തൊക്കെയാണോ ചെയ്യാൻ സാധിക്കുക അതൊക്കെ ചെയ്യണം. ഇത് ചെയ്യാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ബിസിനസ് ഡൗൺ ആവുന്നത്. ഞാൻ എപ്പോഴും പറയുന്നു, ഒരു ബിസിനസ് ഡൗൺ ആവുന്നുണ്ടെങ്കിൽ തുടക്കം തൊട്ടേ അത് ബിസിനസ് ഡൗൺ ആണെങ്കിൽ അതിന് കാരണം ഇനഫ് നമ്പർ ഓഫ് ലീഡ്സ് ഇല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാൻ ആളുകളില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്,
ഇത് നിങ്ങൾക്ക് വാങ്ങി നോക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഉപയോഗിച്ച് നോക്കൂ, ഇത് സർവീസ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറയാൻ ആളുകൾ ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അത് നമുക്ക് കണക്ട് ചെയ്യാൻ ലീഡ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ നിങ്ങളുടെ പ്രൈം ജോബ് എന്ന് പറയുന്നത് എന്താണ്? യുവർ ജോബ് ഈസ് ടു ഹാവ് മാക്സിമം നമ്പർ ഓഫ് ലീഡ്സ്. ആ ലീഡ്സ് ക്രിയേറ്റ് ചെയ്യാത്തത്തോളം കാലം നിങ്ങളുടെ ബിസിനസ്സിൽ ഫെയിലിയർ ആണ്. എന്നോട് വിളിച്ചിട്ട് സാറെ കച്ചവടമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരരുത്. ഒറ്റ ചോദ്യമുള്ളൂ, നിങ്ങൾ ഈ മാസം മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? സാറേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല സാറേ. നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ല. നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്താലേ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ നിങ്ങൾക്ക് അറിയോ? ഇല്ല. നിങ്ങൾക്ക് അല്ലാതെ എന്തൊക്കെ ചെയ്യാം? ജുഹൈന, നീ മാർക്കറ്റിങ്ങിന് വേണ്ടി ഒരു മാസം എത്ര രൂപ ചെലവഴിക്കുന്നു ഒന്ന് പറഞ്ഞേ. ഞാനൊന്നും ചെലവഴിക്കുന്നില്ല. വാട്സപ്പും എല്ലാം. 1 രൂപ ചെലവഴിക്കുന്നില്ല എന്നാ ജുഹൈന പറയുന്നത്. 1 രൂപ പോലും ചെലവഴിക്കുന്നില്ല. നമ്മുടെ വിചാരം ബിസിനസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് ആണ്. 1 രൂപ പോലും ചെലവഴിക്കാതെ നമുക്ക് പ്രോസ്പെക്റ്റിംഗ് ചെയ്യാം. എന്തോരം മെത്തേഡുകളുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ റെഡി ആവണം അതിന്. വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. ഇത് മാത്രം ചെയ്താൽ മതി. എന്നോട് പലരും വന്നിട്ട് പറയാറുണ്ട്. ഇന്നലെ തന്നെ പലരും വന്നിട്ട് എന്നോട് ഈ നമ്മുടെ അഡ്വർടൈസ്മെന്റ്സ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് കോളുകൾ ഡെയിലി കിട്ടുന്നുണ്ട്, ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവരോട് സംസാരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പുതിയ നോളേജ് കിട്ടാനാണ്. അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അവർ വിളിക്കുന്നതെങ്കിലും എനിക്ക് പുതിയ കാര്യങ്ങൾ എനിക്ക് കിട്ടും. സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്നത് ഞാൻ കൊടുക്കാനും ശ്രമിക്കാറുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മുടെ നാട്ടിലൊരു ധാരണയുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് തുടങ്ങാൻ പറ്റൂ. ഇല്ല രാമേന്ദ്രേട്ട, അങ്ങനെ ഒരു സംഭവം ഇല്ലേ? എന്തിനാ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടത്? ഒന്ന് പറഞ്ഞു. എന്തിനാണ് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടത്? ഞാൻ പറയുന്നത് കസ്റ്റമർ ഫണ്ടഡ് ആയിരിക്കണം. ഏറ്റവും ബിസിനസ് എന്ന് പറയുന്നത് കസ്റ്റമർ ഫണ്ടഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. സെയ്ദിക്കാക്ക് എന്ത് ചെലവാണ് ബിസിനസ് നടത്താൻ? ഒരു ചെലവുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഏതൊക്കെ മാർക്കറ്റിംഗ് നടത്തിയില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുമെന്നേ. ഈ പ്രോസ്പെക്റ്റിംഗിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് പലർക്കും പാളിച്ചകൾ പറ്റുന്നത്. നിങ്ങൾ ജീവിക്കുന്നതും ജനിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം ബിസിനസ് വേണ്ടിയിട്ടുള്ളൊരു ചിന്തയിലായി കഴിഞ്ഞാൽ യു വിൽ ബി ഹാവിംഗ് റിസൾട്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ രാമേന്ദ്രേട്ടാ, ഒരു ജോലിക്ക് പോവാന്ന് കരുതുക. നിങ്ങളുടെ കണ്ണൂർ സൈഡിൽ ജോലി ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. അവിടെ ഭാര്യ ചീത്ത പറഞ്ഞു കൊണ്ട് മിണ്ടാതിരിക്കുക. പോയി 4 ഓവർ നോക്കുന്നു. നിങ്ങളുടെ സൈഡില്, കണ്ണൂർ സൈഡില് അവിടെ ഒരു ജോലിക്ക് പോകുന്ന ഒരാൾക്ക്, സാധാരണ ജോലിക്ക് പോകുന്ന ഒരാളാണെന്ന് കരുതുക. സാധാരണ ജോലി എത്ര രൂപ ശമ്പളം കിട്ടും? 10,000. രാമേന്ദ്രേട്ടൻ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. രാമേന്ദ്രേട്ടനെ സംബന്ധിച്ചിടത്തോളം രാമേന്ദ്രേട്ടന് എത്ര രൂപ വരുമാനം ഉണ്ടാവും? ഒരു ശമ്പളം പോലെ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ എത്ര രൂപ ഉണ്ടാവും? 5 പൈസ ഇല്ല എടുക്കാൻ. വെറുതെ പറയാ, പിന്നെ കുടുംബം വെറുതെ നടക്കാണല്ലോ. അതെല്ലാം അങ്ങനെ പോകുന്നുണ്ട്. നോണ പറഞ്ഞോ ബാക്കിയല്ല വേറെ ആരടുത്തും പറഞ്ഞല്ലോ, എന്റെ അടുത്ത് പറയരുത്. പറഞ്ഞു. അതന്നെ സമ്പാദ്യം. എന്താ കുറി എന്ന് പറഞ്ഞ? മാസത്തിൽ കുറിയൊക്കെ ഇല്ലേ, 5,000 10,000. പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല്, പിന്നെ വെള്ളത്തിന്റെ ബില്ല്. അല്ല 10,000 കിട്ടിയവന് പണി തന്നെയാണ്. ഞാൻ പറഞ്ഞ ചെലവ് കിടക്കുന്നുണ്ടല്ലോ 10,000-ന്. ശമ്പളം കിട്ടണവന്റെ പണി എന്താ? അവന് ഇലക്ട്രിസിറ്റി ബില്ല് അടക്കിയ, കുറി അടക്കിയ, മറ്റുള്ള കാര്യങ്ങൾ. ഞാൻ ചോദിക്കുന്നത് എല്ലാ കാര്യം കഴിഞ്ഞിട്ട് പറയും എനിക്ക് ഉറുപ്പിക വരുമാനം ഇല്ലാന്ന്. അതായത് വീട്ടിലത്തെ എല്ലാ ചെലവും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ചോദ്യം, എത്ര രൂപ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് നിങ്ങൾ വലിക്കുന്നുണ്ടാവും ഈ ഒരു കാര്യത്തിന് വേണ്ടി, നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി? 25,000. അതായത് 10,000 രൂപ ശമ്പളത്തിൽ ഇരിക്കുന്ന മാത്രം കിട്ടുന്ന ഒരു നാട്ടിൽ 25,000 രൂപ ഒരു പണി എടുക്കാണ്ട് രാമേന്ദ്രേട്ടൻ ഉണ്ടാക്കുന്നു. ഒരു പണി എടുക്കില്ല നിങ്ങളാ പറഞ്ഞത്, ഞാനല്ല. നിങ്ങളാ പറഞ്ഞത്. ഇന്നലെ ഇവിടെ നോട്ട് ചെയ്ത റെക്കോർഡാണ്. തല വർക്ക് ചെയ്യുന്നില്ലേ? തല വർക്ക് ചെയ്യുന്നുണ്ട്. ആയിക്കോട്ടെ. 25,000 രൂപ ഉണ്ടാക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ബിസിനസ്സിൽ മാത്രമേ ഇത് നടക്കുള്ളൂ? ബിസിനസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നടക്കൂ. ജുഹൈനെ സംബന്ധിച്ചോളം ജുഹൈന മാസം ഈ പറഞ്ഞൊരു എമൗണ്ട് ഉണ്ടാക്കണ്ടാവില്ലേ ജുഹൈന?
അവിടേക്കൊന്ന് എത്തിയിട്ട് എത്തും. എത്തും. പക്ഷെ നീ നിന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് അല്ലേ ഈ പരിപാടി ചെയ്യുന്നത്? മക്കളുടെ കാര്യങ്ങള്, വീട്ടിലത്തെ കാര്യങ്ങള്, വീടിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കല്യാണങ്ങള്, മരണം, അത് ആ ഇത് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് അല്ലേ ഇത് ചെയ്യുന്നത്? ആണ്. ആണ്. സ്വാഭാവികമായിട്ടും എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, എന്നിട്ടും നിങ്ങൾക്ക് ഒരു വരുമാനം കിട്ടുന്നുണ്ടെങ്കിലോ? ഞാൻ ചോദിച്ചോട്ടെ, ഒരു 15,000 രൂപ 10,000 രൂപ ശമ്പളത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ രാവിലെ 8 മണിക്കോ 9 മണിക്കോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വൈകുന്നേരം 5 മണി വരെ 6 മണി വരെ പണിയെടുത്താലേ കിട്ടുള്ളൂ. അത് നൈസായിട്ട് ഇരുന്ന് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇപ്പോഴും പറയുന്നുണ്ട് കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. സമാധാനത്തില് ഇല്ലേ? അത് ബിസിനസ്സിന് മാത്രമേ പറ്റുള്ളൂ എന്നാണ് ഞാൻ പറയണേ. പക്ഷെ അത് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ കസ്റ്റമർ ലിസ്റ്റ് കൂട്ടുക. ഷാജി ബ്രോക്കുള്ള ഒരു സജഷൻ എന്താണെന്നറിയോ? നിങ്ങളുടെ പ്രോസ്പെക്റ്റ് ആവാൻ പറ്റുന്ന 1000 പേരുടെ ലിസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുക. 1000 പേരുടെ ലിസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഉണ്ടാവണം. പ്രോസ്പെക്റ്റ് ആവാൻ, അതായത് കസ്റ്റമർ ആവാൻ ചാൻസ് ഉള്ള 1000 പേരുടെ ലിസ്റ്റ്. ഈ 1000 പേരെ നിങ്ങൾ കണക്ട് ചെയ്യണം. 1000 പേരെ കണക്ട് ചെയ്യുമ്പോൾ 100 പേരെങ്കിലും നിങ്ങളെ വിശ്വസിക്കും. ഈ 100 പേര് വിശ്വസിച്ച് കഴിഞ്ഞാൽ അവര് നിങ്ങൾക്ക് ബിസിനസ് തരും 10 പേര്. ആ 10 എണ്ണം ഒരു മാസത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടുമോ? ഞാൻ പറഞ്ഞ അഡീഷണൽ ആണ് അല്ലേ? ഇതായിരിക്കണം പോളിസി. ഇതായിരിക്കണം പോളിസി. നമ്മൾ ചെയ്യുന്ന കാര്യം ഇപ്പൊ എന്താ? നമുക്ക് ആകെ 10 ആൾക്കാരുണ്ട്. ഈ 10 ആൾക്കാരുടെ പോയിട്ട് പറയും അങ്ങനെ പരിപാടിയുണ്ട്, ഇങ്ങനെ പരിപാടിയുണ്ട്. അവസാനം കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ 1, 2, 3 നമ്മളിരുന്ന് കരയേണ്ടി വരും. നോ, ഡു ദാറ്റ് ഇൻ ദ ലാർജ് സ്കെയിൽ. കൂടുതൽ ആളുകളിലേക്ക് നിങ്ങളെ എത്താനുള്ള പ്രവൃത്തികൾ, ആക്ടിവിറ്റികൾ, കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കയറി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു സംശയവുമില്ല. സെയ്ദുക്ക് കച്ചവടം ഇല്ല എന്ന് പറയുന്നത് സെയ്ദുക്ക ഒറ്റ കാര്യമുള്ളൂ. സെയ്ദുക്ക എത്ര പേരെ കാണാറുണ്ടോ എന്ന് പറഞ്ഞ് ഇപ്പൊ തീരുമാനാക്കി തരാം. എവിടെ സെയ്ദുക്ക? കോണ്ടാക്ടിലുള്ള ആൾക്കാരൊക്കെ വിളിക്കാറുണ്ട് സാറേ. ആരുടെ കോണ്ടാക്ട് ഉള്ളത്? എന്റെ കോണ്ടാക്ടിലുള്ള ആൾക്കാരൊക്കെ എന്റെ പൊന്ന് സെയ്ദുക്ക, ഏറ്റവും വലിയ ശത്രുക്കൾ ആരാ അറിയാം? നമ്മുടെ ഫോൺ ബുക്കിൽ കോണ്ടാക്ട് ഉള്ള ആൾക്കാരാ. തിരിഞ്ഞു നോക്കൂല നമ്മളെ. ഇതൊന്ന് പൊയ്ക്കാണെന്ന് പറയും. നമ്മളൊരു കാര്യമായിട്ട് വിളിച്ചിട്ട് രാമേന്ദ്രേട്ടനല്ലേ, രാമേന്ദ്രേട്ടാ നമ്മുടെ ഒരു ഹെൽത്ത് സപ്ലിമെന്റിന്റെ പ്രൊഡക്റ്റ് ഉണ്ട്, ഇതൊന്ന് പൊയ്ക്ക അവിടുന്ന്, ഞാനിപ്പോ ഇത് വേറെ പണിയുടെ ഇടയിലാണെന്ന് പറയും. ഞാൻ എപ്പോഴും പറഞ്ഞു, ഞാൻ ജുഹൈനോട് പറഞ്ഞതും ഇവിടെ പലരോടും പറഞ്ഞതും, സ്വന്തം സർക്കിളിൽ കളിക്കരുത്, കച്ചവടത്തിൽ നിൽക്കരുത്. സർക്കിള് മാറ്റി പിടിച്ചോളാം. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കണക്ഷനിൽ, എന്റെ പേഴ്സണൽ കണക്ഷനുള്ള 99% ആളുകളെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് എന്റെ ലിസ്റ്റിൽ നിന്ന്. എന്നെ പരിചയമില്ലാത്ത, എനിക്ക് നേരിട്ട് ഡയറക്റ്റ് റിലേഷൻസ് ഇല്ലാത്ത കുറച്ച് പേര് മാത്രമേ, ആളുകൾ മാത്രമേ എൻ്റെ ഒപ്പം ഉള്ളൂ. പിന്നെ ഈ രഞ്ജിനെ പോലുള്ള ചില എന്താ പറയാ 99.9% ഒരു സാധനം, മറ്റേ ലൈഫ് ബോയിൽ മറ്റേ സാധനം തുള്ളുണ്ടാവുമല്ലോ, അതുണ്ടാവും അവിടെ. പിന്നെ അവിടെ ഒരുത്തര് ചിരിക്കുന്നുണ്ട്, VIP എന്നൊക്കെ പേര് എഴുതിയിട്ടുണ്ട്, വിപിൻ എന്നാ പേര്. ഇതുപോലുള്ള ചില കീടങ്ങൾ ഉണ്ടാവും, അത് വിട്. അത് നിങ്ങളെ ബന്ധുവല്ല നമ്മുടെ പയ്യന. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സിമ്പിൾ ആണ്. മാക്സിമം നമ്മുടെ ബന്ധുക്കളെ, നമ്മുടെ കോണ്ടാക്ട് ഉള്ളവരെ, നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് കച്ചവടം ചെയ്യാൻ പോവാതിരിക്കുക. ചെയ്തേക്കാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ ഔട്ട് ചെയ്യുക. നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് വന്ന് സെക്കൻഡ് സർക്കിൾ എന്ന് പറയും, സെക്കൻഡ് സർക്കിളിലേക്ക് ഇറങ്ങുക. കാരണം നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങളുടെ കൂട്ടുകാരും നിങ്ങളെ തളർത്തുക മാത്രമേ ഉള്ളൂ. അവർ പറയും എന്ത്, നിങ്ങൾ വൺസ് നന്നായി കഴിഞ്ഞാൽ പറയും, അന്നേ ഞാൻ സെയ്ദ് എൻ്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞതാ നീ അങ്ങനെ ചെയ്യണമെന്ന്. അപ്പോഴാ സെയ്ദ് അത് പറഞ്ഞു കേട്ടിട്ടാണ് സെയ്ദ് നന്നായെന്ന് പറയും. പറഞ്ഞിട്ടേ ഉണ്ടാവില്ല. മാത്രമല്ല ഈ പരിപാടി നിർത്തിക്കോന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. എന്നിട്ട് അവൻ തള്ളണതിനൊരു കുറവുമില്ല. ഇവിടെ എൻ്റെ ചില ബന്ധുക്കളുണ്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല, രഞ്ജിനി കൊണ്ടിട്ട് മറ്റേ കണക്ട് ചെയ്യും. ഞാൻ തുടങ്ങണ കാലത്ത് എന്നോട് പറഞ്ഞു, നിനക്ക് വല്ല ഗൾഫിലും പോയിക്കൂടെ, നീ ഇവിടെ ഇരുന്നിട്ട് നാട്ടിൽ നിൽക്കണം, എന്തിനാണ് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് എന്നെ കുറേ ചീത്ത വിളിച്ച, എന്നെ കുറെ കുറ്റം പറഞ്ഞ, നിന്നെ കൊണ്ടൊന്നിനും പറ്റില്ലെന്ന് പറഞ്ഞ ചില ബന്ധുക്കള് ഇപ്പൊ എന്റെ ഫോട്ടോ അവിടെയും ഇവിടെയൊക്കെ കാണാൻ തുടങ്ങിയപ്പോ, ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടെന്ന് തോന്നിയപ്പോ
എന്നോട് പറയാ, എനിക്കറിയാമായിരുന്നു അവൻ വലിയ നിലയിലേക്ക് എത്തുമെന്നുള്ളത്, അവൻ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയും, നല്ല കഴിവുള്ള പയ്യനാ എന്നൊക്കെ എന്നോട്. അതിന് മാത്രമേ ആൾക്കാരുണ്ടാവുള്ളൂ. ഏത് ഇങ്ങനെ പൊക്കി പറയാ. നിഷ വിട്ടിരുന്നിട്ട് ഇങ്ങനെ ഇത് കേൾക്കുമ്പോൾ നിഷയ്ക്ക് ഇങ്ങനെ ഭ്രാന്ത് പിടിക്കും. കാരണം ഞങ്ങളുടെ സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ ഞങ്ങൾ ഏത് ഏരിയ എങ്ങനെയാ പോയിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് നിഷയ്ക്ക് മാത്രമേ അറിയുള്ളൂ. പട്ടിണി കടന്നിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി ഞങ്ങൾ ഏത് ഡൗൺ വരെ പോയിട്ടുണ്ട്, താഴെ വരെ പോയിട്ടുണ്ട്, അവിടുന്ന് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇതിനെ കമ്പനിയെ കൊണ്ടുവരുന്നത്, കഷ്ടപ്പെടുന്നത്, കയറ്റി വരുന്നത് ഞങ്ങൾക്ക് അറിയുള്ളൂ. ആ സമയത്ത് പറയാ, ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് കൊണ്ടുവരുമ്പോ പറയാ, ഓ വലിയ പയ്യനാ. ഞാൻ ഒറ്റ കാര്യം പറയുന്നു, നിങ്ങളെ കസ്റ്റമറിൽ നിങ്ങൾ കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളിലും കൂട്ടുകാരിലും നാട്ടുകാരിലും പരമാവധി ഫോണിൽ ഓൾറെഡി നമ്പറുള്ള ആൾക്കാരിൽ നിങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ പോവരുത് പ്ലീസ്. അങ്ങനെ ചെയ്താലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ തളർത്താൻ മാത്രമേ അവർ നിങ്ങളൊപ്പം നിൽക്കുള്ളൂ. നിങ്ങളുടെ ബിസിനസ് അവരിലേക്ക് ഇറക്കാൻ. അതുപോലെ നമ്മുടെ ബന്ധുക്കാരെ കുറച്ച് പേർക്ക് ജോലി കൊടുക്കാൻ തുടങ്ങി ബിസിനസ് തുടങ്ങിയ പല ആൾക്കാരുണ്ട് ഇവിടെ. ഞാൻ വീണ്ടും പറഞ്ഞു, ഹരിദാസേട്ടനെ ഉദ്ദേശിച്ചിട്ടല്ല. ബന്ധുക്കാര് നാട്ടുകാർക്ക് കുറച്ച് പേർക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ പ്രസ്ഥാനങ്ങളുണ്ട് ഇവിടെ. എന്നിട്ട് അവസാനം അവർക്കൊക്കെ കൃത്യമായിട്ട് ശമ്പളം കൊടുക്കുന്നുണ്ട്, അവനവന്റെ കയ്യിൽ 5 പൈസ ഇല്ലേ. കടം മേടിച്ചിട്ടാണെങ്കിൽ അവർക്ക് ശമ്പളം കൊടുക്കും, അവനവന് കയ്യിൽ കാശില്ലേനും. ദയവ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം കുടുംബത്തിലും കൂട്ടുകാരിലും ഉള്ള ആളുകളെ പരമാവധി നിങ്ങളുടെ കസ്റ്റമർ ആക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, മാറി നിൽക്കുക, മാറ്റി നിർത്തുക. എന്നാൽ ആ ബന്ധമെങ്കിലും നിലനിൽക്കും. അല്ലെങ്കിൽ കച്ചവടം ഉണ്ടാവില്ല, നിങ്ങൾക്കിട്ട് വേദന ഉണ്ടാവുകയും ചെയ്യും, ഒരു കാര്യമില്ല. ദയവ് ചെയ്തത് ചെയ്യുക. ഞാൻ ഷാജി ബ്രോ കഴിഞ്ഞ തവണ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾ കൊച്ചിക്ക് പോരേന്നാ പറഞ്ഞത്. തൊടുപുഴ നിൽക്കുമ്പോൾ എന്താ കുഴപ്പം? തൊടുപുഴ നിൽക്കുമ്പോൾ തൊടുപുഴയിൽ രാവിലെ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, തോളത്ത് ചിലപ്പോൾ ഒരു മറ്റേ പില്ലറും വെച്ചിട്ട് പോകുന്നുണ്ടാവും മറ്റേ ഷാജി ബ്രോ. അത് കാണുമ്പോൾ പറയും, അവനെ എത്ര നല്ല ജോലി ഉണ്ടായിരുന്നതാ പോലീസിൽ. ഒന്നുമില്ലെങ്കിൽ ആ ലാത്തി എടുത്ത് 4 ആൾക്കാരെ 4 തല്ല് തല്ലിയാൽ മതി. ഒന്നുമില്ല കൈക്കൂലി മേടിച്ചിട്ട് എങ്കിലും ജീവിക്കായിരുന്നില്ലേ? ഇപ്പൊ കണ്ടോ കഷ്ടപ്പാട് എന്ന് പറയാൻ ആളുണ്ടാവും. മറിച്ച് തൊടുപുഴയിൽ നിന്ന് പോന്ന് കൊച്ചിയിൽ വന്ന് നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ബുദ്ധിമുട്ടി കയറി കാര്യങ്ങൾ വരുമ്പോൾ അറിയും, നമ്മുടെ പയ്യനല്ലേ ഷാജി, അവനിപ്പോ കൊച്ചിയിൽ അടിപൊളി സെറ്റപ്പാ, ബിസിനസ്സാ, നല്ലത്. ഞാൻ കണ്ടിരുന്നു കഴിഞ്ഞ തവണ കൊച്ചി പോയപ്പോ, നാട്ടിൽ വന്നപ്പോ ഞാൻ കണ്ടിരുന്നു, നല്ലതാ, സെറ്റപ്പാന്ന് പറയും. ഇത് എന്തെങ്കിലും പറയണ്ട. അപ്പൊ പ്രോസ്പെക്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ സൈദിക്ക നിങ്ങൾ മാറ്റിപ്പിടി. ഒരു പരിചയമില്ലാത്ത ആൾക്കാരോട് നിങ്ങൾ ബന്ധം സ്ഥാപിക്കാൻ നോക്ക്. ഞാനിപ്പോ എങ്ങനെ നിങ്ങളായിട്ട് ബന്ധം ഉണ്ടായത്? പൊന്നാനിയിൽ എവിടെ കിടക്കുന്ന ആളല്ലേ നിങ്ങള്? എന്നെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വില മോശം പറയാനുണ്ടോ? നല്ലത് പറയാനില്ലെങ്കിലും ഉണ്ടോ? ഒരാള് വന്നിട്ട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ശ്രീജിത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് മോശം പറയാനുണ്ടോ നിങ്ങൾക്ക്? ഞാൻ പ്രോസ്പെക്ട് ചെയ്യുന്നത് എനിക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരാ. ജുഹൈനെ എനിക്ക് അറിയേയില്ല, ഹരിദാസേട്ടനെ ഞാൻ കണ്ടിട്ടേ ഇല്ല, സൈദിക്കേനെ എനിക്കറിയില്ല, സിന്ധുരത എനിക്കറിയില്ല. ഇവിടെ ഇരിക്കുന്ന ആകെ 2-3 ആൾക്കാരെ മാത്രമേ എനിക്ക് അറിയായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോ ഇതൊക്കെ നമ്മുടെ ഒരു ഫാമിലി പോലെ മാറിയില്ലേ? ഡെയിലി രാവിലെ 6 മണിക്ക് എന്റെ മുഖം കണ്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന് ചിന്തിക്കുന്ന കുറെ ആൾക്കാരില്ലേ? എനിക്കും. അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. നമ്മുടെ കസ്റ്റമർ നമ്മുടെ ഫാമിലിക്കും നമ്മുടെ കൂട്ടുകാർക്കും അപ്പുറത്താണ്, സെക്കൻഡ് സർക്കിളിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. അവരെ കണ്ടുപിടിക്കലാണ് നിങ്ങളുടെ മാർക്കറ്റിംഗ്. അവരെ കണ്ടുപിടിക്കില്ല. സുനിൽ ഭായിയെ കണ്ടുപിടിക്കാൻ എനിക്ക് സിറാജ് വേണ്ടി വന്നു, സിറാജിനെ കണ്ടുപിടിക്കാൻ എനിക്ക് സാക്കീർജി വേണ്ടി വന്നു. സുനിൽ ഭായിയാണ് എനിക്ക് അബ്ബാസിനെ പരിചയപ്പെടുത്തുന്നത്. കണക്ഷൻ പോയത് എവിടെ നോക്ക്. അബ്ബാസ് എന്റെ മുന്നിൽ വന്നിരിക്കുന്നു. അബ്ബാസിനെ എന്നെ പരിചയപ്പെടുത്തി, അല്ലെങ്കിൽ എനിക്ക് എന്നെ പരിചയപ്പെടുത്തിയത് ആരാണ്? സുനിൽ ഭായ്. എന്റെ സർക്കിൾ എവിടെ കിടക്കണം? 4ാമത്. ഇതെന്താ ചെയ്യണത്? കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രോസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസത്തിലുള്ള ഏകദേശം 50ഓളം ആളുകളോട് ഞാൻ സംസാരിച്ചു. നിങ്ങൾക്കറിയോ, 50ഓളം ആളുകളോട് ഞാൻ സംസാരിച്ചു. എന്റെ അഡ്വർടൈസ്മെന്റ് പോകുന്നുണ്ട്. ഞാൻ അവരെ കുറിച്ച്, നമ്മുടെ ബിസ്റ്റോക്സിനെ കുറിച്ച് സംസാരിച്ചു. വന്ന് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യൂ, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം 10-ാം തീയതി വരെ. എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ വന്ന് ജോയിൻ ചെയ്യൂ, നിങ്ങൾക്ക് അതിൽ ഗുണമേ കിട്ടുള്ളൂ എന്ന് പറയും. ക്ലിയർ? പ്രോസ്പെക്റ്റിംഗ് ആണ്. പ്രോസ്പെക്റ്റിംഗ് ചെയ്യാണ്ട് സെയിൽസ് ക്ലോസിംഗ് ആ സാറേ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞിരിക്കരുത്.
യു ഷുഡ് ഹാവ് ഇനഫ് നമ്പർ ഓഫ് ലീഡ്സ്. നിങ്ങൾക്ക് 10 പേര് നിങ്ങളുടെ കസ്റ്റമർ ആവണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് 1000 പേരുടെ ലിസ്റ്റ് വേണം എന്നുള്ളത് ചിന്തിക്കുക. 1000 പേരുടെ ലിസ്റ്റ് വേണം. 1000 പേരിൽ നിന്നെയാണ് നിങ്ങൾക്ക് 100 പേര് നിങ്ങളോട് താല്പര്യമുള്ള 100 പേര് വരുള്ളൂ. അവരിൽ 10 പേര് മാത്രമേ നിങ്ങളുടെ കസ്റ്റമർ ആവാൻ ചാൻസ് ഉള്ളൂ. സോ ദാറ്റ്സ് ദ ഇമ്പോർട്ടൻറ്റ് ഓഫ് പ്രോസ്പെക്റ്റിംഗ്, ഫൈൻഡിങ് ദ കസ്റ്റമർ, ഫൈൻഡിങ് ദ റൈറ്റ് കസ്റ്റമർ. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? രണ്ടാമത്തെ പ്രധാന കാര്യം, സെയിൽസ് കൂട്ടാനുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം സെയിൽസിലെ നിങ്ങളുടെ പ്രസന്റേഷൻ ആണ്. ആർക്കാ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റുക? ഇവിടെ നിങ്ങളുടെ സെയിൽസിനെ, നിങ്ങളുടെ ബിസിനസിനെ കുറിച്ച് ഒന്ന് പ്രസന്റ് ചെയ്തേ. ആരെങ്കിലും പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സംസാരിച്ചേ. ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ഇൻഡസ് വിവേ എന്നുള്ള ഏതെങ്കിലും ഒരാൾ വന്നിട്ട് ഒന്ന് നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ചും കമ്പനിയെ കുറിച്ചും അല്ലെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞേ. എങ്ങനെയാണ് നിങ്ങളുടെ കസ്റ്റമറോട് സംസാരിക്കുക? ഇവിടുന്ന് നിങ്ങൾക്ക് ആളെ കിട്ടും. പറഞ്ഞോ, ഇപ്പൊ അവസരമുണ്ട്. എനിവൺ? ആയിക്കോട്ടെ, കുഴപ്പമില്ല. വീഡിയോ ഓൺ ആക്കണം എന്നില്ല. പറയൂ. നമ്മുടെ കമ്പനിയിൽ പറയുന്നത് ഒന്ന് മൈക്ക് അടുത്ത് വെച്ച് സംസാരിക്കും. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ആ, ഉണ്ട്. നമ്മുടെ കമ്പനി ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. സ്വന്തമായ സ്ഥാപനമാണ്, റെന്റിനൊന്നുമല്ല. അപ്പൊ ഇവിടുന്ന് പ്രൊഡക്റ്റുകൾ നമ്മൾ ഉണ്ടാക്കി മാനുഫാക്ചറിങ് ചെയ്തിട്ട് ജപ്പാനിലോട്ട് അതിന്റെ ഇതുണ്ടാവുമല്ലോ, എന്താ പറയാ, ചെക്കിങ്, ക്വാളിറ്റി ചെക്ക് ചെയ്യുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ജപ്പാനിലോട്ടാണ് നമ്മൾ അയക്കുന്നത്. അവിടെ നിന്ന് വന്നതിന് ശേഷമാണ് നമുക്ക് കസ്റ്റമേഴ്സിലോട്ട് ഡയറക്റ്റ് എത്തുക ചെയ്യുന്നത്. കമ്പനി ത്രൂ കസ്റ്റമേഴ്സിലോട്ടാണ് എത്തുന്നത്. ഇവരുടെ തന്നെ 6 പ്രൊഡക്റ്റുകളുണ്ട്. ഐപൾസ്, ഐകെയർ, ഐസ്ലിം, ഐബ്ലോ, ഐകോഫി, ഐഡ്വൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഐപൾസ് എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്. അസൈബറി എന്ന് പറയുന്നതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ്. അത് നാസയില് എന്താ പറയാ, നാസക്കാര് റേഡിയേഷൻ കാരണം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ. അതിൽ നിന്ന് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കാരണം അതിൽ നിന്ന് റിക്കവർ ആകാൻ വേണ്ടിയിട്ട് ഒരു ഫോർമുല ഉപയോഗിച്ചിട്ട് അവർക്കുള്ള ഒരു ഫുഡ് സപ്ലിമെന്റ് ഉണ്ടാക്കി. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ നിന്ന് ഉള്ള ഒരു ഫോർമുലയുടെ ഇതിൽ തന്നെയാണ് നമ്മുടെ ഈ ഡ്രിങ്ക്സും ഉണ്ടാക്കുന്നത്. അപ്പൊ അത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് 15 തരം ഫ്രൂട്ട്സുകളാണ് അതിലുള്ളത്, ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അതിൽ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്ന ഫ്രൂട്ട്. അപ്പൊ ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററും കൂടിയാണ്. നമ്മുടെ ബ്ലഡ് ശുദ്ധീകരിക്കാനും ഹൃദയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും എല്ലാത്തിനും യൂസ് ചെയ്യും. അപ്പൊ ഇത് കുഞ്ഞു കുട്ടികൾക്ക് വരെ കൊടുക്കാൻ പറ്റും. ഞാൻ എന്റെ മോന് കൊടുക്കുന്നുണ്ട്, 2 വയസ്സായി മോന് കൊടുക്കുന്നുണ്ട്. ഞാനും ഒരു ടൈമിൽ തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഏത് പ്രൊഡക്റ്റിനെ കുറിച്ചാണ് പറയുന്നപ്പോ? ഐപൾസ്. അതെന്താ ശരിക്കും മെയിൻ ആയിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ കോശങ്ങളിലൊക്കെ ഡാമേജ് വരുമ്പോഴാണല്ലോ ഓരോ അസുഖങ്ങൾ നമുക്ക് ഉണ്ടാവുന്നത്. അപ്പൊ ഈ കോശങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക, അതിന് ഡാമേജ് മാറ്റി അതിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള പർപ്പസ് ആണ് ഐപൾസ് ചെയ്യുന്നത്. ഐകോഫി പറയും. ഐകോഫി പറയുന്നത് നമ്മുടെ ഷുഗർ മാനേജ്മെന്റ് ആണ്. ഷുഗറിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോവാ, ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാ. അതാണ് ഈ ഐകോഫി എന്ന് പറയുന്നത് ഉള്ളത്. അത് നമുക്ക് ഈ ഐകോഫി കഴിക്കുമ്പോൾ ഈ ഷുഗർ മൂലം ഉണ്ടാവുന്ന ശാരീരികമായ ബുദ്ധിമുട്ടുകൾക്കും എല്ലാത്തിനും നമുക്ക് അത് സ്റ്റോപ്പ് ആക്കാൻ കഴിയും. ഞങ്ങൾക്ക് കാരണം ഞങ്ങള് ഇത് കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കുറച്ചുകൂടി കോൺഫിഡന്റ് ആയിട്ട് പറയാനും സാധിക്കുന്നു. അത് നമുക്ക് നല്ലൊരു എനർജി കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് ഐകോഫി ഷുഗറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ബാലൻസ് ചെയ്ത് നമ്മുടെ ബ്ലഡിൽ ഷുഗറിന്റെ അളവില് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അതാണ് ഈ ഐകോഫി. പിന്നെ പറയുന്നത് ഐസ്ലിം. ഒരു മിനിറ്റ്, സമയമില്ലാത്തോണ്ടാട്ടോ ഇടപെടുന്നത്. ഇതിപ്പോ എങ്ങനെയാ എങ്ങനെയാ ഒരു കസ്റ്റമർക്ക് കിട്ടാൻ ചെയ്യാ, എങ്ങനെ കിട്ടുക?
ആക്ച്വലി ഞങ്ങൾ ഇത് സ്റ്റാറ്റസുകൾ വെക്കും. അപ്പൊ ഇതിന് ആവശ്യമുള്ളവർ ഇത് എന്താ സംഭവം എന്താണ് കൊണ്ട് നമ്മുടെ അടുത്ത് എൻക്വയറി പറയും. അപ്പൊ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുക്കും. പിന്നെ ചിലപ്പോ ഈ റേറ്റ് ഒക്കെ കാരണമാണ് പ്രശ്നം വരിക. അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് റേറ്റ് കുഴപ്പമില്ല, ഓക്കെ ആണെന്ന് നമുക്ക് കഴിച്ചവർക്ക് അത് ഫീൽ ചെയ്യും. കഴിക്കാത്തവർക്ക് അത് അറിയില്ലല്ലോ. അപ്പൊ അവരിനെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ശരി ടാസ്ക് ആയിട്ട് വരുന്നത്. ലീന, ഞാൻ ലീനോട് പറഞ്ഞത് താങ്കളുടെ പ്രൊഡക്റ്റ് എന്റെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യാനാണേ. ഓക്കെ, അവിടെ കട്ടെ, ഒരു മിനിറ്റ്. എനിബഡി, വേറെ ആരെങ്കിലും ഇതിൽ ഇന്ന് ഇൻഡസ് വിവ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? എനിബഡി? സേതുക്ക, മാനുക്ക, അങ്ങനെയുള്ള കുറച്ച് പേരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, പറയും. എനിവൺ ആഡ് ചെയ്യാനുണ്ടോ? ഹലോ, നമ്മള് വാട്ടർ സൊല്യൂഷന്റെ ഫേസ്ബുക്കിൽ ആഡ് ചെയ്തിരുന്നു. അല്ല, നമുക്ക് ഒരു മിനിറ്റ് ഇക്ക. നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതൊന്ന് സെറ്റ് ചെയ്തിട്ട് പറയാം. പറയും എനിബഡി? ശരി, വിപിനെ ലൈനിലുണ്ടോ? കേട്ടപ്പോ എന്ത് തോന്നി? നീ ഒരു ആസ് എ കസ്റ്റമർ പറയും. ആസ് എ കസ്റ്റമർ എനിക്ക് പ്രൊഡക്റ്റ് നോളജ് ലഭിച്ചില്ല എന്നുള്ളതാണ്. പ്രൊഡക്റ്റ് എന്താന്നുള്ളത് വ്യക്തമായില്ല. എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് വ്യക്തമായില്ല. എന്തിനു വേണ്ടിയുള്ള സൊല്യൂഷൻ ആണെന്ന് വ്യക്തമായില്ല. അബ്ബാസ് കാ, പിന്നെ ഞാനത് അബ്ബാസ് കാ, പർച്ചേസ് ചെയ്യണം എന്നുള്ളതാണ്. അബ്ബാസ് കാ, ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. എന്ത് തോന്നിയത് കേട്ടപ്പോ? പറഞ്ഞോ. ലൈനിലുണ്ടോ? അല്ല. ഷാജി ബ്രോ, എന്ത് തോന്നി? ഇതൊരു ഹെൽത്ത് സപ്ലിമെന്റ് ആയിട്ട് തോന്നി. ഇതിന്റെ മാർക്കറ്റിംഗ് അവരുടെ സർക്കിളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. അല്ല, ഞാൻ ചോദിക്കുന്ന ആസ് എ കസ്റ്റമർ. ബിസിനസ്സുകാരൻ വേണ്ട, ബിസിനസ് ബുദ്ധി വിട്, കസ്റ്റമറുടെ ചിന്തിക്കും. നിങ്ങളടുത്ത് വന്നിട്ട് ലീന ഇപ്പൊ സംസാരിച്ചതാണ് ഈ കണ്ടത്. ശരിക്കും ഒരു സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു. ക്ലിയർ ആയില്ല. ഓക്കെ, MLM എന്നൊക്കെ പറയാം. MLM നെറ്റ്വർക്കിംഗ് മാർക്കറ്റ്, ഡയറക്ട് മാർക്കറ്റിംഗ്, MLM അല്ല. ഓക്കെ, മൈക്ക് അൺമ്യൂട്ട് ആക്കാൻ പറ്റുന്നില്ല. ഒരു മിനിറ്റ് മാനിക്ക, ഒരു സെക്കൻഡ് ഞാൻ ചെയ്തുതരാം. അപ്പൊ എന്തോ പ്രശ്നമുണ്ടല്ലോ താങ്കളുടെ അൺമ്യൂട്ട് ആക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ശരി, കുഴപ്പമില്ല, നമുക്ക് സംസാരിക്കാം, പ്രശ്നമില്ല. ഞാൻ പറയുന്നത് ലീനയും ഇതുപോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ഇൻഡസ്ട്രി വിവക്കാരും ഡയറക്ട് മാർക്കറ്റേഴ്സും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് നിങ്ങളുടെ കസ്റ്റമറോട് നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണെന്ന് വിശദീകരിക്കാനല്ല നിങ്ങൾ സമയം കളയേണ്ടത്. ഓക്കെ, ഒരു കസ്റ്റമറെ കിട്ടിക്കഴിഞ്ഞാൽ, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ലീനയോ അല്ലെങ്കിൽ ഇരിക്കുന്നവരെ ഇടിച്ചു താഴ്ത്താനോ കുറ്റം പറയാനോ ഒന്നും ബ്ലെയിം ചെയ്യാനോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഞാനത് തുറന്ന് പറയുന്നത് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. ആസ് എ കസ്റ്റമർ ആണ് ഞാൻ അവിടെ ഇരുന്നത്. ഞാൻ ഇരിക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു മിനിറ്റിന്റെ ഉള്ളിൽ എനിക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുക. എനിക്കതിലൊന്നും കാര്യങ്ങൾ കിട്ടില്ലെങ്കിൽ എന്റെ ശ്രദ്ധ പാളും. വിപിനും സംഭവിച്ചതാണ്, ഷാജി ബ്രോയ്ക്ക് സംഭവിക്കുന്നതാണ്, ഇവിടെ ഇരിക്കുന്ന ഓരോ ബിസിനസ്സുകാർക്കും അല്ലെങ്കിൽ ഓരോ കസ്റ്റമറായിട്ട് നിൽക്കുന്ന ആളുകൾക്കും ചിന്തിക്കുന്നത് അതാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ചെയ്യുന്നത് ഇപ്പോ പ്രോഡക്റ്റിനെ കുറിച്ച് തുടങ്ങിയത് ബാംഗ്ലൂരിലത്തെ കഥയാണ്. ബാംഗ്ലൂരിലാണ് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്, ഇങ്ങനെയാണ്. അപ്പോൾ ഇതൊന്നും കസ്റ്റമർക്ക് കേൾക്കേണ്ട കാര്യമില്ല. ബേസിക്കലി കസ്റ്റമർ ഇതിലൊന്നും വലിയ താല്പര്യ കക്ഷിയല്ല. അവനെ സംബന്ധിച്ചോളം അവൻ എന്താണ്, എനിക്ക് എന്ത് കിട്ടും എന്നുള്ളത് മാത്രമേ ആലോചിക്കൂ. എനിക്കെന്ത് നിങ്ങൾക്ക് തരാൻ പറ്റും? ലീന എന്റെ മുന്നിൽ വന്നു, എന്ത് തരാൻ പറ്റും, എന്താണ് എൻ്റെ അഡ്വാൻറ്റേജ്, എനിക്ക് എന്താണ് നിങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മാത്രം, എനിക്ക് എന്ത് ഗുണമുണ്ടാവും എന്നുള്ളത് മാത്രമാണ് അവർ ചിന്തിക്കുക. ആ സമയത്ത് നിങ്ങളുടെ ബാംഗ്ലൂർ സ്റ്റോറി, നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി, പ്രോഡക്റ്റിൽ ഉപയോഗിക്കുന്ന കണ്ടന്റുകൾ, ഈ കണ്ടന്റുകൾക്കൊന്നും അവിടെ സ്ഥാനമുണ്ടാവില്ല. കസ്റ്റമർ ചിന്തിക്കുന്നത് എനിക്ക് എന്ത് കിട്ടുമെന്ന. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 1-2 മിനിറ്റ് നിങ്ങൾ മുമ്പിലിരിക്കുന്ന കസ്റ്റമർക്ക് എന്ത് കിട്ടുമെന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾ പറയാണ് ഐപൾസ് എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണ് എന്നല്ല, അതെന്ത് കൊടുക്കും കസ്റ്റമർക്ക്.
വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല എങ്കിലും പറയാം, നിങ്ങൾ പറഞ്ഞ 2-3 പോയിന്റുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കോശങ്ങളുടെ ഡാമേജ് ആണ്, സെൽസിന്റെ ഡാമേജ് ആണ് പല പ്രശ്നങ്ങൾക്ക് ഉണ്ടാവുന്നത്. അതിന് അങ്ങനെയുള്ള പ്രശ്നങ്ങളെ നീക്കാനാണ് ഐപൾസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഐപൾസ് വിട്, നമുക്ക് ഐ കോഫിയെ കുറിച്ച് സംസാരിക്കാം. അത് നമുക്ക് കുറച്ചുകൂടി എനിക്ക് അറിയുന്ന കാര്യമാണ്. ഐ കോഫി എന്ന് പറയുന്നത് ഡയബറ്റിക് ആയ ഒരു പേഴ്സണെ ഷുഗർ ലെവൽ മാനേജ് ചെയ്യാനുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ശരിയല്ലേ ലീന? അതല്ലേ? കറക്റ്റ് അല്ലേ ഞാൻ പറയുന്നത്? അതെ അതെ. ശരി. ഈ ഐ കോഫി എങ്ങനെ നിങ്ങൾ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? ആക്ച്വലി തുടങ്ങിയത് എങ്ങനെ? ഐ കോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് അതിലെ കണ്ടന്റുകൾ, അതിനെക്കുറിച്ച് ഇങ്ങനെ കുറെ കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ പറയുന്നത്, ഞാനൊരു ഡയബറ്റിക് പേഴ്സണാണ്. എന്റെ മുന്നിൽ നിങ്ങൾ കസ്റ്റമർ അല്ല ഒരു സെയിൽസ്മാൻ ആയിട്ട് വരുന്ന സമയത്ത് എന്നോട് നിങ്ങൾ നിങ്ങളുടെ കുറെ കഥകൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ വേഗം പറ, എനിക്ക് തിരക്കുണ്ട്, എന്താ വെച്ചാൽ വേഗം പറ. ഇതാണ് ആദ്യത്തെ 7 സെക്കൻഡിൽ എന്നെ തൃപ്തിപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു സാധനം, ആദ്യത്തെ 1 മിനിറ്റിൽ എനിക്ക് ഗുണപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റിയാൽ മാത്രമേ നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളെ യഥാർത്ഥത്തിൽ കേൾക്കുന്നുള്ളൂ. മറ്റേത് നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് തരുന്നു, മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. ഇപ്പോൾ ഐ കോഫിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റുന്നത്, അതെ ഷുഗർ ആണോ, ഷുഗർ ഉണ്ടോ, ഡയബറ്റിക് ആണോ? സാറേ, ഡയബറ്റിക് എന്ന് പറയുന്നത് എത്ര രൂപ ചെലവഴിക്കുന്നുണ്ട് മരുന്ന് കഴിച്ചിട്ട്, അല്ലേ? മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഷുഗർ ലെവൽ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഷുഗർ ലെവൽ മാനേജ് ചെയ്യാൻ എൻ്റെ അടുത്തൊരു പ്രോഡക്റ്റ് ഉണ്ട്. ഐ കോഫി എന്ന് പറയുന്ന പ്രോഡക്റ്റ് നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മാറ്റം വരും എന്നാണ് അവന് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ അവൻ ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യും. മറിച്ച് ഐ കോഫി എന്നൊരു പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ട്, അതിൽ ഇന്ന കണ്ടന്റുകളാണുള്ളത്, അതിൽ 25 ഫ്രൂട്ട്സ് ഉണ്ട്, അതുണ്ട്, ഇതൊന്നും ഞാൻ കേൾക്കൂല ആസ് എ കസ്റ്റമർ. അതുപോലെ തന്നെയാണ് ഇരിക്കുന്ന കസ്റ്റമേഴ്സും. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ പ്രസന്റേഷൻ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി മുന്നിലിരിക്കുന്ന കസ്റ്റമർക്ക് കിട്ടുന്ന ക്വാളിറ്റിയെ കുറിച്ച്, ഗുണത്തിനെ കുറിച്ച് മാത്രം പറഞ്ഞു കൊടുക്കുക ആദ്യത്തെ 2 മിനിറ്റ് എങ്കിലും മിനിമം. എന്നിട്ട് നിങ്ങൾ എന്ത് പറയണം? അതെന്തുകൊണ്ടാണ്, എവിടെ ഉണ്ടാക്കിയതാണ്, എങ്ങനെയാണ്, ഇതിന്റെ കണ്ടന്റ് എന്താണ്, ഞാൻ എന്താ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ലീനയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടോ? ലീന 1-ാം ക്ലാസ് തൊട്ടിട്ട് 10-ാം ക്ലാസ് വരെ പഠിക്കുന്ന രീതിയാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, 1-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെ 1, 2, 3, 4. അതായത് ഞാൻ ബാംഗ്ലൂരിലാണ്, അല്ല എന്റെ കമ്പനി ബാംഗ്ലൂരാണ്, കമ്പനി ഇങ്ങനെ ചെയ്യുന്നു, അത് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നു, അത് ഇങ്ങനെ കൊണ്ടുവരുന്നു, അത് ആളുകളിലേക്ക് എത്തിക്കുന്നു, ഇങ്ങനെയാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പറയുന്നത് നേരെ എങ്ങനെ കമ്പനിനെ കുറിച്ച് പറയാൻ പറഞ്ഞില്ലേ, അപ്പൊ അതുകൊണ്ടാണ് അത് ആഡ് ചെയ്തത്. ഞാൻ പറഞ്ഞ പോയിന്റ് വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന പ്രസന്റേഷന് കിട്ടുന്ന സമയമാണ്. അത് കമ്പനിയെ കുറിച്ചോ എന്തിനെ കുറിച്ചോ പറയാം. ഞാൻ പറഞ്ഞത് ഇവിടുന്ന് നിങ്ങൾക്ക് കസ്റ്റമറെ കിട്ടും എന്നുള്ളതാണ്, അല്ലേ? നമ്മൾ മുന്നിലിരിക്കുന്ന കമ്പനിയെ കുറിച്ച് അങ്ങനെയല്ല. നമുക്കൊരു കസ്റ്റമറുടെ മുന്നിൽ അവസരം കിട്ടിക്കഴിഞ്ഞാൽ, ഞാൻ ലീന തെറ്റ് ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ചിലപ്പോൾ ഇന്നത്തെ ദിവസം ഇത് പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞതിൽ മനസ്സിലാക്കി പറഞ്ഞാവാൻ. പക്ഷേ നിങ്ങൾ ലീന മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ കമ്പനിയുടെ പ്രോഡക്റ്റിന്റെ അഡ്വാൻറ്റേജ് ആണ്. നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ കസ്റ്റമർക്ക് കിട്ടുന്ന എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ മാക്സിമം പറയേണ്ടത്. ഇവിടെ ഇരിക്കുന്ന ബിസിനസ് ഓണേഴ്സിനോട് ഞാൻ പറയുന്നു, നിങ്ങൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് നിങ്ങളുടെ സ്റ്റാഫ് പോലും സംസാരിക്കുന്നത് അവിടെ ഇരിക്കുന്ന ഓപ്പോസിറ്റ് ഇരിക്കുന്ന കസ്റ്റമർക്ക് എന്ത് കിട്ടുമെന്നുള്ളത് മാത്രം. LVM ഈവന്റിനെ ഈവന്റ് മാനേജ്മെന്റ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് എന്ത് കിട്ടും ഷാജി ബ്രോ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? സ്ട്രെസ് ഫ്രീ ആയിട്ട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതാണ്. അതായത് ഒരു കല്യാണം നടത്താൻ, ഒരു ഫംഗ്ഷൻ നടത്താൻ, അത് നടത്തുന്ന ആൾ അനുഭവിക്കുന്ന ടെൻഷൻ ഉണ്ട്, സ്ട്രെസ് ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ആയിട്ടാണ് ഒരു ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയെ അത് ഏൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ സമയത്ത് ആ ഒരു കമ്പനി വന്നിട്ട് പറയണം, അതെ സ്ട്രെസ് ഫ്രീ ആയിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്നും അറിയണ്ട, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മാനേജ് ചെയ്തോളാം, നിങ്ങൾ അതിൽ ഒരു സാധാരണക്കാരനെ പോലെ പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിൽ പങ്കെടുത്താൽ മതി
ഞങ്ങൾ ബാക്കി നോക്കിക്കോളാം എന്നൊരു വാക്ക് കൊടുത്താൽ നിങ്ങളുടെ പൈസ ഒരു പ്രശ്നമാവില്ല ഷാജി ബ്രോ. നിങ്ങളുടെ സാധനത്തിന്റെ ക്വാളിറ്റി, നിങ്ങൾ ചെയ്യുന്ന സ്റ്റൈൽ ഒന്നും അവർക്ക് പ്രശ്നമാവില്ല. അവൻ പറയുന്നത് കാരണം ഒരു കല്യാണം നടത്തുന്നതിന് കല്യാണത്തിന്റെ കുട്ടിയുടെ അച്ഛന്റെ ടെൻഷൻ എന്തായിരിക്കും എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാൻ പറ്റും അല്ലേ? ആ ഫാമിലിയുടെ ടെൻഷൻ, സ്ട്രെസ് എന്താന്നുള്ളത് അത് ഒഴിവാക്കലാണ് ഞങ്ങളുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈവന്റ് മാനേജ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ എന്താ ആദ്യം പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരിക? ഭയങ്കര വെട്ടിത്തിളങ്ങുന്ന ലൈറ്റ്, അത് ഇത് ഇങ്ങനത്തെ കാര്യങ്ങളാണ്. പക്ഷേ ഷാജി ബ്രോന്റെ കമ്പനി കൊടുക്കുന്ന ഏറ്റവും പരമപ്രധാനമായ അഡ്വാൻറ്റേജ് എന്താണ്? സ്ട്രെസ് ഫ്രീ. ഇതാണ് നിങ്ങൾ ആദ്യം പറയേണ്ടത്. അല്ലാണ്ട് ഞാൻ ഇത്ര കൊല്ലമായിട്ട് ഇവിടെ ഉള്ളതാണ്, ഞാൻ പോലീസിന് രാജിവെച്ചിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്, ഞാൻ ഇതിൻ്റെ അടുത്ത് ഇന്ന സ്റ്റേജ് സെറ്റപ്പ് ഉണ്ട്, ഞാൻ ഓൾ ഇന്ത്യയിൽ പലതും ചെയ്തിട്ടുണ്ട്, ഒരു കാര്യമില്ല. ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും ബായ്, നിങ്ങൾ എന്നെ ഈ പരിപാടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ A to Z കാര്യങ്ങൾ ഒരു ടെൻഷനും ഇല്ലാണ്ട് കൂളായിട്ട് സാധാരണക്കാരനെ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മകളുടെ കല്യാണം കാണാൻ പറ്റും. ഒരച്ഛനായിട്ട് നിന്നിട്ട് നിങ്ങൾക്ക് കല്യാണം കാണാൻ പറ്റും. ബാക്കി എല്ലാം ഞങ്ങൾ മാനേജ് ചെയ്തോളാം. ഒരു കുട്ടി വരുന്നത് മുതൽ മേക്കപ്പ് മുതൽ ഭക്ഷണം വരെ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും ക്യാമറ ടീം അടക്കമുള്ള എല്ലാ ടീമും ഞങ്ങൾ മാനേജ് ചെയ്തോളാം. നിങ്ങൾ മനസമാധാനമായിട്ടിരുന്നു. ഇത് പറയാൻ പറ്റുകയാണ് ഒരു ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ മുതലാളിക്ക് പറ്റുന്ന ഏറ്റവും വലിയ പ്രസന്റേഷൻ ആണോ? ലീന, നിങ്ങൾ പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ആരോഗ്യത്തിന് നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെലവാക്കാൻ വെച്ചിരിക്കുന്ന ആ പൈസയുടെ വളരെ കുറഞ്ഞ ഇതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഷുഗർ കൂടിക്കഴിഞ്ഞാലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്താ നിങ്ങൾക്കറിയോ? അത് കിഡ്നിയെ ബാധിക്കും, ശരീരത്തിൽ പഴുപ്പുണ്ടാക്കും, ശരീരത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇത് ഒഴിവാക്കാൻ ഈ ഐ കോഫി സാധാരണ കോഫി കുടിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ മാറ്റി. കോഫിയുടെ ചെലവ് തന്നെയുള്ളൂ, എക്സ്പെൻസ് തന്നെ ഉള്ളൂ. ഒരു മാസം നിങ്ങൾ കാപ്പി കുടിക്കാൻ ചെലവഴിക്കുന്ന അതേ ചെലവേ ഈ പരിപാടിക്കുള്ളൂ. നിങ്ങളുടെ ഷുഗർ ലെവൽ മാനേജ് ചെയ്യപ്പെടും. ഇതാണ് പ്രസന്റേഷൻ, സെയിൽസ് പ്രസന്റേഷൻ. ഹരിദാസേട്ടനെ സംബന്ധിച്ചോളം ഹരിദാസേട്ടന്റെ പ്രോഡക്റ്റ് അവലോസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ്, അതിനുള്ളിരിക്കുന്ന ശർക്കരയല്ല, അതിനുള്ളിരിക്കുന്ന അരിയല്ല, അതിനുള്ളിരിക്കുന്ന സ്വാദല്ല, നൊസ്റ്റാൾജിയാണ്. പണ്ട് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് 4 മണിക്ക് അമ്മ നിങ്ങൾക്ക് ചായയുടെ ഒപ്പം, ആ കട്ടൻ ചായയുടെ ഒപ്പം തന്നിരുന്ന ആ അവലോസ് പൊടി ഉണ്ടല്ലോ, അത് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നില്ലേ? നല്ല സ്വാദായിരുന്നില്ലേ? അതുപോലെ ഞങ്ങളുടെ അവലോസ് പൊടി, അതിൽ കുറെ തേങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല രസകരമായിട്ട് നല്ലൊരു സ്നാക്സ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്കും കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അവലോസ് പൊടി. ആ സമയത്ത് ഹരിദാസേട്ടൻ പറയാണ്, ഞാന് പൊന്നാനി പോയിട്ട് ആളെ വിളിച്ച് തെങ്ങുമ്പ് കയറി തേങ്ങ ഇട്ടിട്ട് അത് ഇരിങ്ങാലക്കുട കൊടുന്നിട്ട് എന്റെ കമ്പനിയിൽ ഞാൻ അതിനെ വെട്ടിപ്പൊളിച്ച് വെള്ളമില്ലാണ്ട് ചിരകിയെടുത്ത് അത് തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിയെ വിളിച്ച് അത് സാധാരണ രീതിയിൽ അവിടെ ചട്ടിയിലിട്ടിട്ട് ഞാൻ അവലോസ് പൊടി ആക്കിയിട്ട് എന്റെ പാക്കറ്റിലാക്കിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിക്കുകയാണ്. ഇതൊന്നും കസ്റ്റമർക്ക് കേൾക്കണ്ട. ഞാൻ പറയുന്നത്, മാക്സിമം ആളുകളും ബിസിനസ്സുകാരും ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് ഫീച്ചറുകളെ കുറിച്ച്, അവരവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഭയങ്കര ഡയലോഗാണ്. ഇന്നലെ എന്നെ ചിലരൊക്കെ സംസാരിക്കാൻ വിളിച്ചു. മണിക്കൂറുകളോളം സംസാരിക്കണം. അവരവരുടെ കഥകൾ മുഴുവനെ പറയും. എന്നെ സംബന്ധിച്ചോളം ഞാനത് ലിസണറാണ്, ഞാൻ കേട്ടുകൊണ്ടിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത്, എന്താണ് നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം എന്ന് എന്നോട് പറയും, എന്നാൽ എനിക്ക് സൊല്യൂഷൻ തരാൻ പറ്റും. നിങ്ങളുടെ സ്റ്റോറി ഞാൻ ചോദിച്ചോളാം. ഞാൻ സ്റ്റോറി ചോദിച്ചോളാം, എന്താ എനിക്ക് വേണ്ടത്. ഞാൻ സെയ്ദിക്ക എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? ഞാൻ ഇങ്ങനെ ചോദിച്ചോടിച്ചോണ്ടിരിക്കും അല്ലേ? നമുക്കൊരു ധാരണയുണ്ട്, സെയിൽസ് എന്ന് പറയുന്നത് കുറെ സംസാരിക്കുന്നതാണ്, കുറെ വർത്തമാനം പറയുന്നതാണ്, നമ്മളെ കുറിച്ച് അങ്ങ് തള്ളി വിടുന്നതാണ്. അല്ല, സെയിൽസ് എന്ന് പറയുന്നത് നിങ്ങൾ വളരെ കുറച്ചേ സംസാരിക്കണ്ടു. നിങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക. സെയ്ദിക്ക എന്താ നിങ്ങളുടെ പ്രശ്നം? അപ്പൊ സെയ്ദിക്ക ഒരു കാര്യം പറയും. സെയ്ദിക്ക നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്താ അത് ചെയ്യുക ആദ്യം പോയിട്ട്. സെയ്ദിക്ക നിങ്ങളുടെ ആരൊക്കെയാണ് നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത്? ഞാൻ എന്റെ കോൺടാക്റ്റിലെ എല്ലാവരും മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. കോൺടാക്റ്റുകാരെ ഒഴിവാക്ക്, നിങ്ങൾ മറ്റേത് പിടിക്കും.
കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആൻസർ കൊടുക്കാൻ പറ്റും. സെയിൽസുകാരൻ അങ്ങനെ. ഒരു ഡോക്ടറെ അടുത്ത് നിങ്ങൾ പോയാൽ ഡോക്ടർ നിങ്ങളോട് അവന്റെ പഠിത്തത്തിനെ കുറിച്ചിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു ഡോക്ടറെ അടുത്ത് നിങ്ങൾ പനി പിടിച്ച് ചെല്ലുകയാണ്. ആ സമയത്ത് ഡോക്ടർ പറയാ, ഞാൻ കൃത്യമായിട്ട് ഇന്ന മെഡിക്കൽ കോളേജിൽ ഞാൻ ഇത്ര വർഷം പഠിച്ച ആളാണ്, ഇന്ന കാര്യങ്ങൾ ചെയ്ത വ്യക്തിയാണ്, ഞാൻ അതിന് ഇത്രയൊക്കെ പഠിച്ചിട്ട് 5 കൊല്ലം ഞാൻ പഠിച്ചു, അത് കഴിഞ്ഞ് ഞാൻ MDക്ക് പോയി. ഇനി പറയും നിങ്ങൾക്ക് എന്താ പ്രശ്നം? പനിയോ? പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ വ്യത്യസ്ത തരം പനികളുണ്ട് ഇവിടെ നാട്ടിൽ. ഡെങ്കിപ്പനിയുണ്ട്, തക്കാളിപ്പനിയുണ്ട്, ആ പനി, ഈ പനി. അപ്പൊ ഇതിലത്തെ ഏത് പനിയാണെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ആ പനിയെ കുറിച്ച് വിശദീകരിച്ച് സംസാരിക്കും. എന്തിനെ? ഡോക്ടർ എന്താ ചെയ്യുക? ഡോക്ടർ എന്താ പ്രശ്നം? പനിയുണ്ട് സാറേ, ഓക്കെ, സ്റ്റെതസ്കോപ്പ് ഒന്ന് വെച്ച് നോക്കും, തിരിച്ച് എന്താ പറയുക ഹൃദയത്തിലൊന്ന് ബാക്കിലൊന്ന് വെച്ച് നോക്കും, ഒന്ന് പൊക്കി നോക്കും, ചെവി ഒന്ന് പൊക്കി നോക്കും, എന്താ ഇന്നലെ ഭക്ഷണം കഴിച്ച, എപ്പോൾ തൊട്ടാ പനി തുടങ്ങിയത്, എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉള്ളത്, ശരീരമൊക്കെ നോക്കും, എന്തെങ്കിലും അടയാളങ്ങളുണ്ടോ, തലവേദനയുണ്ടോ, ജലദോഷമുണ്ടോ, ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവസാനം പറയും മരുന്ന് എഴുതും. എനിക്ക് ഡെങ്കി ആണെന്ന് സംശയമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയും, അല്ലെങ്കിൽ ഇന്ന പനിയാണെന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയും. ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ മരുന്ന് എഴുതി തരും, റെസ്റ്റ് എടുക്കാൻ പറയും, കഴിഞ്ഞു. മറിച്ച് അയാളുടെ കഥ മുഴുവൻ പറയാറുണ്ടോ? സിമ്പിൾ. അങ്ങനെ ഒരു കഥ പറയുന്ന ഡോക്ടറെ അടുത്ത് അബ്ബാസ്കയോ ഹരിദാസേട്ടനോ സിന്ധുലതയോ പോവോ? അവിടെ പോയ ഒരു 2 മണിക്കൂർ സമയം ചെലവഴിക്കുക. ഞാൻ അവിടെ പോകുന്നില്ല, ഞാൻ അപ്പുറത്ത് പോയിക്കോളാന്ന് പറയും. സമയം ചെലവഴിക്കണം, കാശും കൊടുക്കണം എന്ന് പറയും, ഇല്ലേ? ഇതല്ല സെയിൽസ് പ്രസന്റേഷൻ. അതായത് ഒരുപാട് തള്ളുന്നതല്ല, നമ്മുടെ കഥ പറയുന്നതല്ല, അവൻ എന്ത് കിട്ടുമെന്ന് പറഞ്ഞു കൊടുക്കുക. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ചോദ്യങ്ങളിലൂടെ പ്രസന്റേഷൻ നടത്തുക. ചോദ്യങ്ങളിലൂടെ പ്രസന്റേഷൻ നടത്തുക. നടത്താൻ പറ്റുമോ പ്രസന്റേഷൻ? ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. വെരി സീരിയസ്. ഓക്കെ, 7 മണിയായി. ഇതിന്റെ ബാക്കി ഭാഗം നാളെ നമുക്ക് തുടരാം. അതിനിടയ്ക്ക് ഗ്രീൻ ടെക് എന്തോ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോറി, ഞാൻ ആ സമയത്ത് ഞാൻ ഡൈവേർട്ട് ചെയ്ത് വിട്ടു. ചോദിക്കാം. ഗ്രീൻ ടെക് വാട്ടർ പ്യൂരിഫയറിന്റെ അല്ലെ, നമ്മൾ ഇന്നലെ ചോദിച്ചു പോയാ പറയിക്കാം. അത് നേരത്തെ പറഞ്ഞപ്പോ കേറി ഇടപെട്ടാൽ മാത്രം. നോ പ്രോബ്ലം, പറഞ്ഞോളൂ, ചോദിച്ചോളൂ. ഇല്ല, അതിനെ കുറിച്ച് പറയാനേ ഇനി. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇല്ല, സെയിൽസിനെ കുറിച്ച് പറയാൻ വേണ്ടി പറഞ്ഞപ്പോഴേ ഇടപെട്ടാന്ന് മാത്രം. പറഞ്ഞോ, അതിനെന്താ പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. ഇനിയിപ്പോ വിഷയം കഴിഞ്ഞില്ല, ഇനി പറയണ വിഷയം പിന്നെന്താ? നമുക്കൊരു അവസരം കിട്ടുന്ന സമയത്ത് ആ അവസരത്തിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഓക്കെ. ഇല്ല, ഞാൻ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ വെള്ളത്തിൻ്റെത് എന്താ പ്രശ്നം എന്ന് അവരോട് ചോദിച്ചിട്ട് അതിന് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കലാണ് ചെയ്യാറ്. അപ്പൊ ഓരോ സ്ഥലത്ത് ഓരോ വെള്ളത്തിന് ഓരോ പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ അവരോട് ചോദിക്കും എന്താ പ്രശ്നമാണ്, വെള്ളത്തിൽ എന്താ പ്രശ്നം ചോദിക്കും. അപ്പൊ ഓക്കെ, അതിന് ഇന്ന ഫിൽറ്റർ വെച്ചാൽ അത് പരിഹാരമായി. അപ്പൊ നിങ്ങൾക്ക് സേഫ് ആയിട്ട് വെള്ളം കുടിക്കാൻ പറ്റും, ഒരു അസുഖങ്ങളും പിന്നെ ഉണ്ടാവില്ല എന്ന് പറയും. അങ്ങനെയാണ് ചെയ്യാറ്. ഞാനൊരു കാര്യം പറട്ടെ. നിങ്ങളവിടുത്തെ വെള്ളത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ ആരും ഒന്നും പറയില്ല. അല്ലെങ്കിൽ ചിലപ്പോ പറയും കുറച്ച് ഒരു കളർ വ്യത്യാസം ഉണ്ട്, ഇങ്ങനെയൊക്കെ പറയുള്ളൂ. ചിലപ്പോ അവര് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഞാനൊരു ഐഡിയ പറഞ്ഞേട്ടെ. നിങ്ങളുടെ വീട്ടില് കുട്ടികൾക്ക് സ്ഥിരമായിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടോ? അലർജി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഭക്ഷണം കഴിക്കുമ്പോ ഭയങ്കരമായിട്ട് ടോയ്ലറ്റ് പോകുന്ന പ്രോബ്ലംസോ അല്ലെങ്കിൽ ഇങ്ങനെ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ? ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നുണ്ടോ? ജലദോഷം, അസുഖങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ കണ്ടിന്യൂസ് ആയിട്ട്? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടോ? അപ്പൊ അവർ സ്വാഭാവികമായിട്ടും ഉണ്ടെന്ന് പറയും, അല്ലേ? അറിയാലോ, ഇത് വെള്ളത്തിന്റെ പ്രശ്നമാണ് നമുക്കറിയാലോ. അപ്പൊ അവിടെ പിച്ച് ചെയ്യാൻ പറ്റും. അവിടെ പിച്ച് ചെയ്യാൻ പറ്റും. എന്ത്? അതിന് കാരണം നിങ്ങളുടെ വെള്ളത്തിന് എന്തോ പ്രശ്നമുണ്ടെന്നുള്ളത് കേട്ടാവും. എനിക്ക് ആ വെള്ളം ഒന്ന് പരിശോധിക്കാൻ പറ്റുമോ? ആ വെള്ളത്തിനെ പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഏത് ഫിൽറ്റർ വെക്കേണ്ടെന്നുള്ളത്. വെള്ളത്തിന്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വിജയേട്ടന്റെ അടുത്ത് പോയിട്ട് വെള്ളത്തിന്റെ കഥ പറഞ്ഞാൽ വിജയേട്ടൻ പറയാം അതൊന്നും വേണ്ട, പൊക്കോ എന്ന് പറയും. മറിച്ച് വിജയേട്ടനോട് പറയണം മക്കൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അസുഖത്തിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ പേടിയാണ്. മനസ്സിലായില്ലേ? നമ്മളുടെ കസ്റ്റമർ ഇത് പിച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അവന്റെ പെയിനിനെ വേണം പിടിക്കാൻ, അവന്റെ വേദനയെ വേണം പിടിക്കാൻ. ഇപ്പോ ഈവന്റ് മാനേജ്മെന്റിന്റെ കാര്യം പറഞ്ഞില്ലേ, ഒരു കല്യാണം നടത്തുന്ന അച്ഛന്റെ ഏറ്റവും വലിയ ടെൻഷൻ ആ പരിപാടി നടത്തി തീർക്കുക എന്നുള്ളതാണ്.
പൈസ അവിടെ പ്രശ്നമാവില്ല, ശരിയല്ലേ? ശരിയാ. അവിടെയാണ് പിടിക്കേണ്ടത്, അവിടെയാണ് പിച്ച് ചെയ്യേണ്ടത്. ക്ലിയർ? ക്ലിയർ. പ്രസന്റേഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരാളെ ബോറടിപ്പിക്കാനും പറ്റും, അവരുടെ അടുത്ത് തെറിയേക്കാനും പറ്റും, അവരെ അങ്ങോട്ട് ചീത്ത വിളിക്കാനും പറ്റും, അല്ലെങ്കിൽ പ്രസന്റേഷൻ ബോധമായിട്ട് പറ്റും, എല്ലാം പറ്റും. പക്ഷേ അത് കൃത്യമായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഇതുവരെ ഇങ്ങനെ ഒരു പ്രസന്റേഷൻ ചെയ്തിട്ടില്ല. ഇനി ഞാൻ ഇങ്ങനെ ഒരു പ്രസന്റേഷൻ ചെയ്ത് നോക്കാം. മാറ്റിപ്പിടിക്കുന്നു. നമ്മൾ എന്ത് ചേഞ്ചിലല്ലേ വരുത്? ഇതുവരെ ചെയ്തിട്ടില്ല ഇങ്ങനെ. അതാണ് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് അത് കാര്യം ക്ലിയർ ആയില്ലേ? കത്തിയില്ലേ? കത്തി. എനിക്കൊരാളെ അഭിനന്ദിക്കാനുണ്ട്. സുനിൽ ഭായ് പറയൂ. എനിക്കൊരാളെ അഭിനന്ദിക്കാനുണ്ട്. അതാരാ? ലീന. പറയൂ. 40-40 പേര് കേട്ടോണ്ടിരിക്കുന്ന ഒരു ക്ലാസ്സിൽ ഒരു കാര്യം ഒന്ന് തന്റെ പ്രോഡക്റ്റിനെ കുറിച്ച് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞപ്പോ ധൈര്യപൂർവ്വം വന്നിട്ട് ആ കുട്ടി പ്രസന്റ് ചെയ്തു. അതെ. രണ്ടാമത്തെ കാര്യം, തന്റെ പ്രോഡക്റ്റിനെ കുറിച്ച് കുട്ടി ഡീപ്പായിട്ട് പഠിച്ചിരിക്കുന്നു. അതെ. ഇനി മറ്റ് വിഷയങ്ങൾ, അതായത് എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്നുള്ളത് അത് എക്സ്പീരിയൻസിന്റെ കുറവാണ്. അത് ശ്രീജിത്ത് സാറിന്റെ 2 ക്ലാസ്സും 2 വഴക്കും ഒക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും അത് റെഡി ആയിക്കോളും. പിന്നെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം തന്നെ ലീന ഈ ക്ലാസ്സിൽ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിക്കണം, വളരണം, ഇത് പ്രസന്റ് ചെയ്യാനുള്ള ഒരു ശേഷി ഉയർത്തിക്കൊണ്ടുവരണം, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ള ഒരു ത്വര ആ കുട്ടിയുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതിനൊരു ഒരു നല്ലൊരു അഭിനന്ദനം കൊടുക്കുകയാണ്. ഓക്കെ. ലീന അവിടെ ഉണ്ടോ? വല്ലപ്പോഴേ അഭിനന്ദിക്കാറുള്ളൂ കേട്ടോ, ബാക്കി എപ്പോഴും വഴക്ക് പറയാനുള്ളത്. അതുകൊണ്ട് കിട്ടണത് കാര്യമായിട്ട് എടുത്തു വെച്ചോ. കഴിഞ്ഞ തകവേ അത് കഴിഞ്ഞു. ലീനയ്ക്ക് ഒരു അഭിനന്ദനം കൊടുക്കണം എന്നുണ്ടായിരുന്നു. നമ്മള് പ്രോഡക്റ്റിനെ കുറിച്ച് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യണമെന്ന് വളരെ നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയട്ടെ, ഇതൊക്കെ കഴിഞ്ഞ് ഫോൺ വിളിച്ചിട്ട് ഇറ്റ് വാസ് മാർവലസ് എന്നൊക്കെ പറയുന്നത് ഇവിടെ പറഞ്ഞൂടെ മനുഷ്യങ്ങൾക്ക്? ഞാൻ നാട്ടുകാരുടെ ഇടയിൽ ചോദിച്ചൂട്ടെ? ഇതൊക്കെ കഴിഞ്ഞ് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറയാ, ക്ലാസ് അടിപൊളിയായിരുന്നു സാറേ, മാർവലസ് എന്നൊക്കെ പറഞ്ഞിട്ട് രാജീവ് ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറയാ. അത് ഇവിടെ പറഞ്ഞ നമുക്ക് 10 ആള് കേൾക്കെങ്കിലും ചെയ്യില്ലേ? അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ പറഞ്ഞ ആൾ 10 ആള് കേൾക്കില്ലേ? അത് ശരിയാണ്, അങ്ങനെ പറയാം. ഇനി മുതൽ പറയണം കേട്ടല്ലോ. ഉറപ്പായിട്ടും പറയും. ക്ലാസ് നന്നായിരുന്നു. പിന്നെ ഞാൻ വിമർശിക്കാനാണ് ഫോണിൽ വിളിക്കാറുള്ളത്. ഇന്നലെ എങ്ങനെ അബദ്ധം പറ്റിയിട്ടാണ് ഈ അഭിനന്ദിക്കാൻ വിളിച്ചത്? ഞാനതാ പ്രതീക്ഷിച്ചത്. അബ്ബാസ് ഭായ് പറയും. അബ്ബാസ് ഭായ്, ഈ സുനിൽ ഭായ് എന്ത് പറഞ്ഞു അതിന്റെ അപ്പുറം ബാക്കി പറയും. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. നമ്മൾ പഠിച്ചോണ്ടിരിക്കുവല്ലോ എല്ലാം. എന്ത് പുതുതായിട്ട് പഠിച്ചു അത് പറയും. എനിക്കിങ്ങനെ ഞാൻ ഒരു 10-15 വർഷം മുന്നേ ഇങ്ങനെ ഡെയിലി ഒരു 15 പേരെ കാണുമായിരുന്നു സെയിൽസിന് വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് തന്നെ ഇങ്ങോട്ട് സെയിൽ വന്നുകൊണ്ടിരിക്കുവായിരുന്നു. ബിസിനസ് മൊത്തത്തില് നാട്ടില് മൊത്തത്തിൽ നല്ല ബിസിനസ് ഗ്രോത്ത് ആയിരുന്നു. അപ്പൊ എല്ലാവരും എന്നെ ഇങ്ങോട്ട് വിളിക്കുമായിരുന്നു. അപ്പൊ പിന്നീട് അത് ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പോലത്തെ സെയിം ആളുകൾ ഒരുപാട് ആളുകളായി നമ്മുടെ നാട്ടിലും എല്ലായിടത്തും. അപ്പൊ തന്നെ ബിസിനസ് കുറഞ്ഞു. അപ്പോൾ നമ്മള് പണ്ടത്തെ രീതി അനുസരിച്ച് ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കും ഓർത്തോണ്ടിരുന്നു ബിസിനസ്. ഇപ്പൊ അങ്ങനെ ബിസിനസ് കിട്ടത്തില്ല. സെയിൽസിന് വേണ്ടി നമ്മൾ ഇറങ്ങണം എന്നുള്ളത് ഏറ്റവും വലിയ പ്രധാനമായിട്ട് മനസ്സിലാക്കി നമ്മുടെ പ്രൊഡക്റ്റ് എന്നാന്നുള്ളത് അങ്ങോട്ട് പറയണം. പിന്നെ ഈ മണ്ണെടുക്കൽ അങ്ങനെയുള്ള എല്ലാ ആളുകളെ ഒരു സർക്കാരിന്റെ നിയമങ്ങൾ വെച്ചൊരു ഭീകരമാക്കി നിർത്തിയേക്കുവാണ് ജനങ്ങളുടെ മുന്നിൽ. അത് സാധിക്കില്ലയോ? അപ്പൊ നമ്മള് പോയിട്ട് ഞാൻ ഒരു കസ്റ്റമറെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു കുഴപ്പമില്ല, വലിയ നടപടി ഇല്ലേലും ആ കുഴപ്പമില്ല സാറേ, അത് ഓക്കെയാ എന്ന് പറയും. അപ്പൊ അവർക്ക് തന്നെ സമാനം, ഇവൻ വന്നു നടക്കാത്ത ഒരു കാര്യം നടക്കൂന്ന് പറഞ്ഞല്ലോ. നടക്കണ കാര്യമല്ലായിരിക്കും, എങ്കിലും നമുക്ക് ശ്രമിക്കാം, നടത്താൻ സാറേ കുഴപ്പമില്ല. അപ്പൊ ആ സാറും ഒന്ന് ചെയ്യണമല്ലോ, അതുകൊണ്ട് ആ പുള്ളി നമ്മുടെ പുറകെ തന്നെ നടക്കും. അപ്പൊ നമ്മൾ കൂട്ടി അത് എന്തെങ്കിലും കാണിച്ച് 1 മാസം അല്ലെങ്കിൽ 2 മാസം കൂടെ നടത്തി കൊടുക്കും. ഇപ്പൊ ഒരു വീട് പണിയുന്ന സ്ഥലത്ത് ഇപ്പൊ ഒരു പാറയായിട്ട് ഇരിക്കുമെന്ന് കൂട്ടണം. അപ്പൊ അത് വലിയ പ്രശ്നമായല്ലോ, എന്റെ തമ്പുരാനെ ആകെപ്പാടെ 10 സെന്റ് സ്ഥലമുള്ളൂ, അതിനകത്ത് വീട് പണി നടക്കൂല്ലോ എന്നോർത്തൊരു ചിന്തയിൽ ഇരിക്കുമായിരിക്കും അവര്. അപ്പൊ നമ്മളെ കണ്ടുമുട്ടുന്നു, മറ്റുള്ള ആളുകൾ ഒരു 10 പേരെ കണ്ടിട്ടുണ്ടാവും, അവര് വലിയ സംഗതി
ഇത് 10 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞപ്പോൾ വീട് പണി അവനെ മാറ്റി വെക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല സാറേ, നമുക്കത് ചെയ്യാം, കുഴപ്പമില്ല. അപ്പൊ തന്നെ അവരുടെ മനസ്സിലൊരു ഇഷ്ടമായി, കുഴപ്പമില്ല. പിന്നെ നമ്മളത് ഈ 10 ലക്ഷം രൂപ തന്നെ ആവുമെങ്കിലും നമ്മൾ അവരുടെ മനസ്സിനെ ഇതാക്കി നമ്മളത് പിന്നെ നമ്മളിൽ നിന്ന് പോകത്തില്ല അവരൊന്നും. അങ്ങനത്തെ കസ്റ്റമർ കുറെ ഉണ്ടായിരുന്നു നമുക്ക്. ആ ഒരു കസ്റ്റമറിന്റെ ഇതിലാണ് നമ്മൾ നടന്നുകൊണ്ടിരുന്നത് ഇത്ര നാളും. അപ്പൊ അവർക്ക് ചെയ്യേണ്ട എല്ലാ സേവനങ്ങളും അവരുടെ എല്ലാം നിന്നതാ മതി അവർക്ക്. ഇനി വേറെ വീട് പണി അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ ഇനി പുതിയ മേഖലയെ കണ്ടെത്താനുള്ള ഒരു സംവിധാനം ഇപ്പൊ അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു മോട്ടിവേഷൻ എനിക്ക് കിട്ടി. നമുക്ക് ബിസിനസ് ചെയ്യുമ്പോഴേ നമ്മളൊക്കെ ഈ ഒറ്റ സോഴ്സിൽ ബലപ്പെടുത്തിയിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അതാണ് നമുക്ക് പലപ്പോഴും പറ്റുന്ന അബദ്ധം. അതിനെക്കുറിച്ച് നമുക്ക് നാളെ സംസാരിക്കാം. ഈ റഫറൻസ് എന്ന് പറയുന്ന കച്ചവടത്തിലായിരുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. റഫറൻസ് ഇസ് ലൈക്ക് എ വൈറസ് എന്നാ. കാരണം അതൊരു കാലത്ത് ഇല്ലാതായി കഴിഞ്ഞാൽ, ഈ റഫറൻസ് ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മൾ താഴെ പോകും. അതെങ്ങനെ ചെയ്യാൻ മാറ്റാന്നുള്ളത് നാളെ നമുക്ക് സംസാരിക്കാം കേട്ടോ. നമുക്ക് ഓൾറെഡി നമ്മുടെ ടോപ്പിക്കിൽ വരുന്നുണ്ട് ഉറപ്പായിട്ടും. അബ്ബാസേ, ഇത് ടെൻഷനാണ്, സ്ട്രെസ് ആണ്, വർക്ക് നടക്കുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചേക്കരുത്. വിളിക്കാനുള്ള ആളെയാണ് ഞാൻ അറേഞ്ച് ചെയ്ത് തന്നേക്കണേ. അത് ശരി, എനിക്കിട്ട് പണി തന്നിട്ട് പോയിരിക്കും. ഇവനെ ഏതെങ്കിലും നടക്കാതെ വരികയോ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേക്കും ഫോണിൽ വിളിക്കും. ഞാൻ അത്യാവശ്യമാണെന്ന് പറഞ്ഞ് എടുക്കുമ്പോ പറയണത് ഒരു സമാധാനമില്ല. അപ്പൊ ഒന്ന് സമാധാനം ഉണ്ടാകാൻ വേണ്ടിട്ട് ഒന്ന് സംസാരിക്കാൻ വേണ്ടിട്ട് വിളിച്ചാന്ന് പറയും. എന്നിട്ട് ആ വിഷയം പറയാം. അപ്പൊ എനിക്ക് പറയുന്ന സൊല്യൂഷനൊക്കെ ഒരു പരിധി ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പൊ അതിനുള്ള ഒരാളെ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തതാ കണ്ടത്, എന്നോടുള്ള ശല്യം ഒഴിവാക്കാൻ വേണ്ടിട്ട്. നിങ്ങൾ വലിയ മിടുക്കനാട്ടോ. ശരി, വേറെ ബാക്കിയുള്ള ആൾക്കാർ, പുതിയ ആൾക്കാരായിട്ടുള്ള ആളുകളൊക്കെ സംസാരിക്കും. ഒരു 5 മിനിറ്റ് കൂടി സംസാരിക്കാം. സെയിൽസ് നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നാളെ ഇതിന്റെ ബാക്കി ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പൊ അത് എന്ത് ഞാൻ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്, നിങ്ങളുടെ പ്രശ്നങ്ങളെ കൂടെ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ പ്രശ്നം പറയും. അപ്പൊ ഞാൻ നാളെ അതിനുള്ള ഉത്തരമായിട്ട് വരാം. എനിബഡി, എല്ലാവർക്കും സംസാരിക്കാം. ആർക്ക് വേണമെങ്കിലും പറയാം നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത്. പറയും. ഹലോ, പറഞ്ഞോളൂ. മെയിനായിട്ട് നമുക്ക് അറിയേണ്ടത് നമ്മൾ സെയിൽസ് കൂട്ടാൻ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതാണ്. സെയിൽസ് കൂട്ടാൻ എന്തെല്ലാം ചെയ്യണം, നമ്മൾ ഇനി എന്തെല്ലാം ചെയ്യണം സെയിൽസ് കൂട്ടാൻ. ശരി, ഇപ്പൊ സെയിൽസ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഇപ്പം ചെയ്യാൻ മെയിനായിട്ട് പിന്നെ വാട്സാപ്പ് ഉപയോഗിക്കുന്നുണ്ട്, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് ഫ്രീ ഇതാണ്, ആഡ്സ് ആണ് ഇടുന്നത്. ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നുണ്ട്. അത്ര തന്നെ. പിന്നെ നമ്മൾ പോകുന്ന സ്ഥലത്തും നമ്മളുടെ സ്റ്റിക്കർ ഒട്ടിക്കും പ്രൊഡക്റ്റ് മേലെ. അതിലൂടെ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. എന്താ പേരെന്തായിരുന്നു? അഷ്റഫ്. അഷ്റഫ് ഖാൻ, എനിക്കൊരു ചോദ്യമുണ്ട്. അഷ്റഫ് ഖാന് വേറെ വല്ല കച്ചവടം ഉണ്ടോ? ഇല്ല, വേറെ ഒന്നും കച്ചവടമില്ല. വേറെ വല്ല വരുമാനം ഉണ്ടോ? വേറെ വരുമാനം ഇല്ല, ഈ വരുമാനം തന്നെ. അത്ര വീട്ടിലേക്കുള്ള അരി വാങ്ങണത് കൊണ്ടാണല്ലോ. തീർച്ചയായിട്ടും. ഓക്കെ, ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് ഞാനൊരു 15 കിലോ അരി എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും ഞാൻ ഫ്രീ ആയിട്ട് കൊണ്ടുവരാന്ന് വെച്ചോ. നിങ്ങൾക്ക് അത് ഇഷ്ടാവോ? ഇല്ല, ഇഷ്ടാവൂല. ഇല്ല, എന്തേ കാരണം? എനിക്കത് അരി വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ട്, അതുകൊണ്ട്. അരി വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. നമുക്ക് ഇഷ്ടമല്ല അല്ലേ? അതായത് നമ്മൾ വളരാനും നമുക്ക് വളരാനും നമ്മുടെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് അരി, സാധനങ്ങൾ അല്ലേ? ഇതൊക്കെ നമ്മൾ കാശ് കൊടുത്തിട്ടാണ് വാങ്ങണത്. ഇത് വാങ്ങാൻ ഉണ്ടാവുന്ന കാശുണ്ടാവുന്ന കമ്പനി ഉണ്ടല്ലോ നിങ്ങളുടെ, അതിൽ നിങ്ങൾ എന്താ ഇൻവെസ്റ്റ് ചെയ്യാത്ത? അത് വലിയ ചോദ്യമാണ്. അതിലെന്താ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാത്ത? ഇത്രേ ഉള്ളൂ ചോദ്യം. ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ എത്ര മക്കളാ നിങ്ങൾക്ക്? 3 ആള്. 3 ആൾക്ക് നിങ്ങൾ പഠിപ്പിക്കണ്ടല്ലോ? പഠിപ്പിക്കണ്ടേ. അവര് ഓരോ ക്ലാസ് പഠിക്കുമ്പോഴും എന്തെങ്കിലും തിരിച്ചു കൊണ്ടുവന്ന് തരാറുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. 10-20 വയസ്സായി കഴിഞ്ഞാൽ അവര് ജോലി ചെയ്ത് അവർ നന്നാവും. നമുക്കൊന്നും തന്നില്ലെങ്കിലും അവര് നന്നായിക്കോട്ടെ എന്നൊക്കെയല്ലേ നമ്മൾ ഡയലോഗ് അടിക്കല്? അത്രേ ഉള്ളൂ. അതായത് നമ്മൾ അവരുടെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ശരിയാണോ? അതെ. നിങ്ങൾ എന്താ നിങ്ങളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത? അവൻ ജനിച്ച മുതൽ നിങ്ങൾക്ക് വരുമാനം കൊണ്ടുവന്ന് തരണതല്ലേ? തീർച്ചയായിട്ടും. ഒന്നുമില്ല, നിങ്ങളെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇനി വേറെ ഒന്നും വേണ്ട, നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങളെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ? അതുണ്ട്, അത് ചെയ്യുന്നുണ്ട്. എത്ര സമയം? ഏകദേശം ഒരു 6 മണിക്കൂറൊക്കെ ഡെയിലി
എനിക്ക് 24 മണിക്കൂറുണ്ട്. അതാണ് സെയിൽ കൂട്ടങ്ങൾ ഇപ്പൊ എന്താ വഴിയെന്നല്ലേ ചോദിച്ചിനോട്? അതെ. ഈ 6 മണിക്കൂർ എന്നുള്ളത് 16 മണിക്കൂറാക്കാൻ പറ്റുമോ? നമ്മുടെ നാട്ടിൽ കോംപ്രമൈസ് ഇല്ലാത്ത ഒരൊറ്റ സാധനം ഉള്ളൂ, അത് ഹാർഡ് വർക്കാണ്. തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് ഒരു കോംപ്രമൈസും ഇല്ലാത്തതാണ്. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മൾ കമ്പനിയിലേക്ക് ഇറങ്ങുന്നതും നമ്മുടെ കമ്പനിയിലെ പരിപാടി കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങുന്നതും നമ്മുടെ ബാക്കിയുള്ള കാര്യത്തിൽ ഇറങ്ങുന്ന തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് ആ കാര്യത്തിൽ എന്നെ മാതൃകയാക്കാം, വേറെ എന്തിനും പറയില്ല. ഞാൻ എന്റെ പണി കഴിഞ്ഞിട്ട്, എന്റെ ജോലി കഴിഞ്ഞിട്ട്, എന്റെ കാര്യങ്ങൾ, എന്റെ ബിസിനസ്സും കഴിഞ്ഞിട്ട് ഞാൻ എന്റെ കുടുംബത്തിലേക്ക് കൂടെ ഇറങ്ങുള്ളൂ. എന്റെ മക്കളെ വിളിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് രാത്രി, ഞാൻ ബാംഗ്ലൂരല്ലേ, മക്കള് നാട്ടിലാണ്, എനിക്ക് ഡെയിലി വൈകുന്നേരം എന്റെ മക്കളെ വിളിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര ടെൻഷൻ, ഭയങ്കര പ്രശ്നം, ഒന്നുമില്ല. എന്റെ പണി കഴിഞ്ഞിട്ട് സമയം കിട്ടുമ്പോ ഞാൻ ഇരിക്കുമ്പോ ഞാൻ വിളിക്കും, ഞാൻ സംസാരിക്കും. അത് അവർക്കും അറിയാം. ഞാനൊക്കെ നേരെ മറിച്ചാണ്. അത്രേ ഉള്ളൂ വ്യത്യാസം. അതാ ഞാൻ പറഞ്ഞ നിങ്ങൾ കണ്ടുപഠിക്കാന്നുള്ളത്. മക്കള് വളരും, നിങ്ങൾ സംസാരിച്ചാലും ഇല്ലെങ്കിലും മക്കള് വളരും. അവർക്ക് വേണ്ട എന്താ അറിയോ? അവർക്ക് വേണ്ട ഏറ്റവും മിനിമം സാധനങ്ങൾ, അതായത് പഠിക്കാനുള്ള കാര്യങ്ങൾ, അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ളത്, അവരുടെ ജീവിത ചെലവുള്ള കാര്യങ്ങൾ, അത് നിങ്ങൾക്ക് ആദ്യം കൊടുക്കാൻ പറ്റുന്ന കാര്യം കാശാണ്. പക്ഷെ ഈ കാശുണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഹാർഡ് വർക്ക് ചെയ്യണം. അത്രേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതൊക്കെ ചെയ്യാൻ നമുക്കൊരു മോട്ടിവേഷൻ വേണ്ടേ? അതാണ് നമ്മുടെ ഈ ഗ്രൂപ്പ് ആക്ച്വലി. മനസ്സിലായോ? ഈ ഗ്രൂപ്പിൽ രാമേന്ദ്രേട്ടനും വിജയേട്ടനൊന്നും രാവിലെ 6 മണിക്ക് ഞങ്ങളെ കാണാതിരിക്കാൻ പറ്റില്ല. വേറെ പണിയിലായിട്ടൊന്നല്ല വന്നിരിക്കണത്. മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും. യെസ്. ബാക്കി നമുക്ക് നാളെ അതിനെ കുറിച്ച് നാളെ സംസാരിക്കാം കേട്ടോ. എങ്ങനെ ചെയ്യാമെന്നുള്ളത്, സെയിൽസ് കൂട്ടാന്നുള്ളതൊക്കെ ഞാൻ നാളെ പറഞ്ഞുതരാം. നമ്മുടെ കമ്പനി നന്നാവാൻ ആദ്യം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമ്മളിലാണ്. നമ്മൾ മാറണം പല കാര്യങ്ങളിലും. അബ്ബാസ് ഭായി മാറിയാൽ മാത്രമേ അബ്ബാസ് ഭായിയുടെ കമ്പനി കച്ചവടം മാറുള്ളൂ. അല്ലാണ്ട് കമ്പനി മാറട്ടെ, ഞാനും മാറാനൊന്നും പോണില്ല, ഞാൻ ഇങ്ങനെയാണ്, കഴിഞ്ഞ് 10 കൊല്ലമായിട്ട് 25 കൊല്ലമായിട്ട് ഞാൻ ഇങ്ങനെയാണ്, എനിക്കെന്ത് മോശമാണ്, എന്ത് ദോഷമാണ്, ഞാൻ എന്താ സ്വഭാവം മോശമാണോ, ഇങ്ങനത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊന്നുമില്ല. സിമ്പിൾ. നമ്മൾ കുറെ കാര്യങ്ങൾ മാറേണ്ടി വരും. ബിസിനസ് എന്ന് പറയുന്നത്, ഞാൻ ലാസ്റ്റ് വേർഡ്, ബിസിനസ് എന്ന് പറയുന്നത് ഒരിക്കലും ഇമോഷണൽ സാധനമല്ല. ഞാൻ എന്റെ ചോര കൊടുത്ത്, നീര് കൊടുത്ത്, വേർപ്പ് കൊടുത്തുണ്ടാക്കിയ എന്റെ പ്രസ്ഥാനം. ഓക്കെ, ഞാൻ എന്റെ മക്കളെ നോക്കുന്നത് പോലെ നോക്കിയ എന്റെ പ്രസ്ഥാനം, എന്റെ അങ്ങനെ ഇങ്ങനെ, ഈ ഒരു ഇമോഷൻസിന് ഒരു കാര്യമില്ല. ഞാൻ എന്റെ ബിസിനസ് തുടങ്ങിയതിനറിയാം, വിൽക്കാനാണ്. നല്ല കാശിന് വിൽക്കാൻ. നമ്മളൊരു കാറ് വാങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എന്താണ്, അതിന് എത്ര മൈലേജ് കിട്ടും, വിറ്റാ പോവെന്നല്ലേ ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുന്ന നമുക്ക് നമ്മുടെ ബിസിനസ്സും അങ്ങനെ ചിന്തിക്കാനുള്ള ധൈര്യം വേണം. ഈ ബിസിനസ് വിറ്റിട്ട് ഇതിന്റെ ബ്രാൻഡ് വാല്യൂ എന്ന് പറയുന്നത്, നിങ്ങൾ സാധനങ്ങൾ, നിങ്ങളുടെ കമ്പനി ഇരിക്കുന്ന സാധനങ്ങളല്ല നിങ്ങളുടെ വില, നിങ്ങളുടെ ബ്രാൻഡ് വാല്യൂ ആണ്. നിങ്ങൾ മാർക്കറ്റിൽ ഉണ്ടാക്കുന്ന ബ്രാൻഡ് വാല്യൂ, അതാണ് കാശ്. ആ കാശ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം, എന്നെ സംബന്ധിച്ചിടത്തോളം. ദർ ഇസ് നോ ഇമോഷണൽ തിങ്സ് ഇൻ ബിസിനസ്. ബിസിനസ്സിൽ ഒരേ ഒരു സാധനം മാത്രമേ ഇമോഷണൽ ഉള്ളൂ. അത് സെയിൽസ് നടക്കുന്ന ആ പ്രോസസ് ഉണ്ടല്ലോ, നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് നമ്മുടെ കസ്റ്റമർ നമ്മളെ വാങ്ങുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് മാത്രമാണ് ഇമോഷണൽ. ബാക്കി എല്ലാം ലോജിക്കലാണ്, ബാക്കി എല്ലാം ഫിഗർ ബേസ്ഡാണ്, ബാക്കി എല്ലാം ടെക്നിക്കലാണ്. ഇത് മനസ്സിലാക്കുമ്പോഴാണ്, അല്ലാണ്ട് ബിസിനസ്സിനെ ഭയങ്കര വൈകാരികമായി കണ്ടിട്ട്, അതിനെ ഫാമിലിയായിട്ട് കൂട്ടിക്കെട്ടിയിട്ട്, അതിന് ഭയങ്കര എന്താ പറയാ, ഈ പറഞ്ഞ പോലെ 10 ആൾക്ക് ജോലി കൊടുക്കാം, എന്റെ കുടുംബത്തിലെ 10 ആൾ ജോലി കയറിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചവർക്കൊക്കെ ലോകത്തിൽ പണി കിട്ടിയിട്ടുള്ളൂ. ഓക്കെ. അപ്പോ ഓർത്തു വെക്കുക, നമ്മുടെ മാറ്റമാണ്. അവർ പേഴ്സണൽ ഗ്രോത്ത് ഈസ് അവർ ബിസിനസ് ഗ്രോത്ത് എന്നാ പറഞ്ഞിരിക്കണം. ബാക്കി നാളെ സംസാരിക്കാം. സെറ്റല്ലേ? യെസ്. അപ്പൊ ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോ. ബൈ. ഒന്നുമില്ല, എല്ലാം ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഇപ്പൊ വേറെ ആർക്കും ഇല്ലല്ലോ? ഓക്കെ. അപ്പൊ നാളെ കാണാം രാവിലെ 6 മണിക്ക്. നിങ്ങളൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കളോടും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ, നിങ്ങളുടെ ബിസിനസ്സുകാരായ സുഹൃത്തുക്കളോടൊക്കെ ഇതിനെക്കുറിച്ച് പറയണം, പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയണം, എന്നെ കുറിച്ച് പറയണം. എന്നിട്ട് നമ്മുടെ ഈ പരിപാടിയിലേക്ക് ജോയിൻ ചെയ്യാൻ പറയണം. പലരും രാവിലെ 6 മണിക്ക് എഴുന്നേക്കാനുള്ള ഒരൊറ്റ മടി കൊണ്ട് വരാതിരിക്കുന്നുണ്ട്. 6 മണികളാണ് നമ്മുടെ തുടക്കം.
1 മണിക്കൂർ നമുക്ക് മാത്രമായിട്ട് കിട്ടുന്നത് ഈ ഒരു സമയത്താണ്. അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. 8 മണി കഴിഞ്ഞാൽ പിന്നെ കോള് വരും, കസ്റ്റമറുടെ അത് ഇത് തിരക്കുകൾ പ്രശ്നങ്ങൾ അല്ലേ. അപ്പൊ എല്ലാവരും വിളിക്കുക, കാണിക്കുക. നമ്മുടെ പരിപാടി 10-ാം തീയതി വരെ ഇത് നമുക്ക് ഓപ്പൺ ആണ് എല്ലാവർക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ക്ലോസ്ഡ് ആണ്. അതിൽ കാശ് തന്നാലേ കേൾക്കുള്ളൂ. ഓക്കെ. അപ്പോ നമ്മൾ അടുത്തൊരു വർഷം നമ്മൾ വലിയൊരു മിഷനിലാണ്. എന്താണെന്നറിയോ? കുറച്ച് ബിസിനസ്സിലേക്ക് കടക്കുക. ബിസിനസ്സുകാരന്റെ സ്വാതന്ത്ര്യം, അതാണ് നമ്മുടെ പ്ലാൻ. അപ്പൊ ഒന്ന് നടക്കണം. ഗുഡ് മോർണിംഗ്. താങ്ക് യു.